ഇപ്പോൾ ഈ നാട്ടുകാർ കടുവയെ കണ്ടു എന്ന് പറയുന്നതിന് സമീപത്താണുള്ളത്. ജനങ്ങളെല്ലാം കഴിയുന്നതും ഒരു മനുഷ്യ ശരീരത്തെ പരമാവധി വികൃതമാക്കി കൊന്നു തിന്ന ആ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. വെടിവെച്ച് കൊല്ലണം എന്ന നാട്ടുകാരുടെ ആവശ്യം ന്യായമാണ്. കാരണം അത്ര കണ്ട് ഭീതിയിലാണ്, ജീവിക്കാൻ കഴിയാത്ത ദുരവസ്ഥയിലാണ് ആ മലയോര മനുഷ്യർ. അതുകൊണ്ടാണ് ഇന്ന് കണ്ട വലിയ പ്രതിഷേധം. കേന്ദ്രവും സംസ്ഥാനവും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള തട്ടിക്കളി കേരളത്തിന് മടുത്തു. ശാശ്വത പരിഹാരം എന്താണ്? നരഭോജികളെ തീർത്തു കളയണ്ടേ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടർ പ്രൈമിലേക്ക് സ്വാഗതം. രാജു പി നായർ, അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു, അഡ്വക്കേറ്റ് ബി എൻ അസ്കർ, അഡ്വക്കേറ്റ് ശ്രീജിത്ത് പെരുമന, അലക്സ് ഒഴുകയിൽ കിഫാം, അവിടുത്തെ പ്രദേശവാസി ഷാനവാസ് എന്നിവർ ചർച്ചയിൽ ചേരുന്നു. ഞാൻ അതിനു മുമ്പ് അവിടുത്തെ തെരച്ചിലിന്റെ വിശദാംശങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഒന്ന് സുർജിത്തിലേക്ക് പോകുന്നു. സുർജിത്ത്, ഈ രാത്രി ഈ കടുവയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കണോ? തെരച്ചിൽ എത്ര സമയം വരെ തുടരാനാണ് ആലോചന? ഹഷ്മി, ഇരുൾ വീണിരിക്കുന്നു. സ്വാഭാവികമായും അത് ദൗത്യത്തെ സാരമായി ബാധിക്കുമെന്നുള്ളതാണ് പ്രതിസന്ധി. ഡോക്ടർ അരുൺ സക്കറിയ, ഡോക്ടർ അജേഷ് മോഹൻദാസ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള വെറ്റിനറി സംഘം വനത്തിനകത്ത് പരിശോധന നടത്തിയതാണ്. നടത്തിയ സംഘം അല്പസമയം മുമ്പ് നമുക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ഒരു ദൃശ്യമാണ് നമുക്ക് കണ്ടിട്ടുള്ളത്. എന്തായാലും അവർ ഇവിടെ ക്യാമ്പ് ചെയ്ത് തന്നെ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. രാത്രിയിൽ തെർമൽ ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങൾ വെച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുന്നുണ്ട്. വനമേഖലയാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന വീടുകൾക്കടുത്താണ് വൈകിട്ട് വീണ്ടും ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത്. അത് ഒരാളല്ല കണ്ടത്, അനവധി പേർ കണ്ടു എന്നുള്ളതാണ്. 2 വീടുകളിലുള്ള കുടുംബാംഗങ്ങളെല്ലാം തന്നെ കണ്ടു എന്നുള്ളത് ഷാനവാസും നൌഫലും ഉൾപ്പെടെയുള്ളവർ പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നു. സ്വാഭാവികമായി ഇവിടെ ഭയാശങ്ക ഏറുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. എന്തായാലും ചില നിർണായകമായ തീരുമാനങ്ങളിലേക്ക് വനംവകുപ്പ് എത്തിയിട്ടുണ്ട്. ഈ കടുവയെ വെടിവെച്ച് പിടികൂടും എന്നുള്ള തരത്തിലേക്ക് തന്നെയുള്ള തീരുമാനമാണ് ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്നത്. മറ്റ് നടപടിക്രമങ്ങളും SOP പ്രകാരം, അതായത് ഇതുമായി ബന്ധപ്പെട്ടൊരു ഓപ്പറേഷൻ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ വനംവകുപ്പിന് മുന്നോട്ട് പോകാനാകൂ. ആ തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് വനംവകുപ്പ് ഇതിനകം തന്നെ കടന്നിട്ടുണ്ട്. എന്തായാലും ആ നീക്കം വനംവകുപ്പ് നടത്തുകയാണ്. ഇവിടെ കൂടുതൽ RRT സംഘങ്ങൾ, നിലമ്പൂരിൽ നടക്കമുള്ള RRT സംഘങ്ങൾ ഇവിടേക്ക് കേന്ദ്രീകരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. കൂടുതൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് രാത്രിയിലുള്ള ഈ കോമ്പിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് നീക്കം നടത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ മേഖലയെ കേന്ദ്രീകരിച്ച് വലിയ ജാഗ്രത പുലർത്തണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം നരഭോജി കടുവയാണ്. സ്വാഭാവികമായും അത് വീണ്ടും ഇത്തരത്തിൽ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് എത്തിയാൽ അത് വലിയ ആശങ്കയാകും. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് കൃത്യമായ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകുക എന്നുള്ള നടപടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. SP-യുടെ ഒരു വാർത്താക്കുറിപ്പ് വന്നിട്ടുണ്ട്. ആ വാർത്താക്കുറിപ്പിൽ കൃത്യമായ രീതിയിൽ തന്നെ SP വിശദീകരിക്കുന്നത് ആളുകൾ പുറത്തിറങ്ങാതെ ഈ കർഫ്യൂവിനോട്, അതായത് ഇപ്പോൾ നിലവിൽ ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ആ പ്രഖ്യാപനത്തോട് നീതി പുലർത്തണമെന്നുള്ള ആവശ്യമാണ് SP ഉന്നയിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് SP മുന്നോട്ട് വെച്ചിട്ടുള്ളത്. എന്തായാലും രാത്രിയിലും വനംവകുപ്പ് ഉദ്യോഗസ്ഥ സംഘം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. ഡോക്ടർ അരുൺ സക്കറിയ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. ആളുകളെ സംബന്ധിച്ച് ആശങ്കയേറുന്നു. ആശങ്ക ഏറാനുള്ള കാരണം വീണ്ടും ഈ കടുവ ഇവിടെ ജനവാസ മേഖലയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ആശങ്കയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം. പ്രദേശവാസി ഷാനവാസിന്റെ വീടിനടുത്ത് കടുവയെ കണ്ടു എന്ന് പറയുന്നു. അപ്പൊ ഈ മേഖലയിൽ തന്നെ വളരെ സജീവമായുണ്ട്. എന്നിട്ടും എന്തുകൊണ്ട് അതിനെ പിടികൂടാൻ കഴിയുന്നില്ല? അമരക്കുനിയിൽ നമ്മൾ കണ്ടതുപോലെ 10 ദിവസത്തേക്കൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വീണ്ടും ആളെ പിടിക്കോ, മനുഷ്യനെ പിടിക്കോ എന്ന അവിടുത്തെ ആൾക്കാരുടെ ഭീതി, ആശങ്ക, അത് ന്യായീകരിക്കത്തക്ക ആശങ്ക തന്നെയാണ്. രാജു പി നായർ, ഈ എന്താണ് 1972 കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണ്ടേ? കേന്ദ്ര നിയമം അവിടെ നിൽക്കുമ്പോൾ സംസ്ഥാനത്തിന് എന്താണ് ചെയ്യാൻ കഴിയുക? അല്ലെങ്കിൽ എന്താണ് ശാശ്വത പരിഹാരം? ഫെൻസിങ് വേലിയാണോ, ഹാങ്ങിങ് വേലിയാണോ, അതോ ട്രെഞ്ചിങ് ആണോ എന്ന് പറയുന്ന ചർച്ചകൾക്കൊക്കെ അപ്പുറത്ത് ഇന്ന് അവിടുത്തെ ആ പാവം മനുഷ്യർ ഈ നിരോധനാജ്ഞ ലംഘിച്ച് പ്രതിഷേധിക്കുന്ന എന്തിനു വേണ്ടിയാണ്? എവിടെയാണ് വനം മന്ത്രി എന്തുകൊണ്ട് ഞങ്ങളെ ഒന്നും വിളിക്കുന്നില്ല? അതിനുശേഷം എവിടെയാണ് കളക്ടർ? ആ കളക്ടർ എന്തുകൊണ്ട് വരുന്നില്ല? അതിനുശേഷം 3 മണി യോഗത്തിനുമില്ല, പിന്നീട് കളക്ടർ പിന്നെ വരികയാണ് എന്ന് പറഞ്ഞാൽ ഒരു അവരുടെ ഒരു കൂടപ്പറപ്പിനെ ഒരു കടുവ അങ്ങേയറ്റം പിച്ചിപ്പറിച്ച് പിഞ്ഞി ചീന്തി ഇല്ലാതാക്കി കൊന്നു തിന്നതിന് ശേഷവും പിറ്റേ ദിവസത്തെ പ്രതിഷേധത്തിന് പോലും വേണ്ട വില ഭരണകൂടങ്ങൾ കൊടുക്കുന്നില്ല എന്നൊരു പ്രശ്നം അവിടെ ഉണ്ടോ രാജു പി നായർ? തീർച്ചയായിട്ടും ഉണ്ട്. അത് ഇപ്പോൾ മാത്രമല്ലല്ലോ. ഇവിടെ നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ ഇതിനു മുമ്പ് ഒരു ആക്രമണം ഉണ്ടായിട്ട് മരണപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവിടെ ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി. അന്ന് ആ പ്രതിഷേധത്തിന് ഏൽക്കേണ്ടി വന്നത് സുൽത്താൻ ബത്തേരിയിലെ MLA യും അതുപോലെ തന്നെ കൽപ്പറ്റ MLA യുമായിട്ടുള്ള IC ബാലകൃഷ്ണനും
അത് തന്നെ ടി സിദ്ദിഖുമായിരുന്നു. അന്ന് വനം മന്ത്രി കോഴിക്കോടുണ്ടായിരുന്നു. വനം മന്ത്രി കോഴിക്കോടുണ്ടായിട്ടും മുഖ്യമന്ത്രി കോഴിക്കോടുണ്ടായിട്ടും അത്രയും വലിയ പ്രതിഷേധം നടത്തിയിട്ട് ആ വനം മന്ത്രി അങ്ങോട്ടേക്ക് വരാൻ തയ്യാറായില്ല. ഇപ്പോൾ ഇത്രമാത്രം വലിയ, കാരണം അവിടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം, ജനങ്ങൾ മുഴുവൻ ഭീതിയിലാണ്. ആർക്കും ജീവന് സുരക്ഷിതത്വമില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്നാണ് നിൽക്കുന്നത്. അവിടുത്തെ ജനങ്ങൾ മുഴുവൻ വൈകാരികമായിട്ട് പ്രതികരിക്കുന്നത് അതുകൊണ്ടാണ്. ആ വൈകാരികമായി പ്രതികരിക്കുന്ന മനുഷ്യരോട് ഒരുമിച്ച് നിൽക്കാനും അവരുടെ ന്യായമായിട്ടുള്ള ആകുലതകൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഞങ്ങൾ കൂടെ ഉണ്ട് എന്നുള്ള, ഇപ്പോൾ മന്ത്രി അവിടെ ചെന്നുകൊണ്ട് കടുകയെ അപ്പം തന്നെ പിടിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇല്ല. പക്ഷെ അവരോടൊപ്പം ഞങ്ങളുണ്ട്, ഒരു ഭരണകൂടമുണ്ട് എന്നൊരു വിശ്വാസം കൊടുക്കാൻ, അതുകൊണ്ടാണല്ലോ ജനപ്രതിനിധികൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഓടിച്ചെല്ലുന്നത്. അതിനാണ്, ജനങ്ങളോടൊപ്പം ഒരു ഭരണകൂടം നിൽക്കുന്നു എന്നുള്ള സന്ദേശം കൊടുക്കാനാണ്. ആ സന്ദേശം അവർ കൊടുക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, മന്ത്രിക്ക് ഇതിലൊന്നും താല്പര്യമില്ല. മന്ത്രിയെ സംബന്ധിച്ചോളം ഞാൻ രാഷ്ട്രീയമായ ആരോപണങ്ങളിലേക്കൊന്നും പോകുന്നില്ല, പക്ഷെ കസേര സംരക്ഷിക്കുക എന്നുള്ളതിലേക്ക് മാത്രമായിട്ട് മന്ത്രിയുടെ പ്രവർത്തനം ഒതുങ്ങിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട രീതിയിലാണ്. ഒരു രീതിയിലും ഈ പ്രശ്നം നിയമസഭയിൽ വന്നപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസ്താവന എന്താ? ഏതോ ഒരു സംഘം വനത്തിനകത്ത് കയറി അവിടെയുള്ള മൃഗങ്ങളെ മുഴുവൻ പുറത്തേക്ക് ഓടിക്കുന്നു എന്നുള്ള എത്രമാത്രം നിരുത്തരവാദിത്തമായിട്ടുള്ള പ്രസ്താവനയാണ്. ഇപ്പോൾ നടക്കുന്നത് വൈകാരികമായ പ്രകടനം. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഈ കഴിഞ്ഞ 9 വർഷക്കാലം പിണറായി വിജയൻ്റെ സർക്കാർ നിലനിൽക്കുമ്പോൾ ഈ വന്യമൃഗ ആക്രമണം ഇത്രമാത്രം വലിയ രീതിയിൽ നടക്കുമ്പോൾ ലോങ് ടേം പ്ലാനിൽ ഇവരെന്ത് ചെയ്തു? അവിടെ ഫെൻസിങ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ കഴിഞ്ഞ 2-3 വർഷമായിട്ട് 1 രൂപ പോലും ചിലവാക്കിയിട്ടില്ല. പ്രതിപക്ഷ നേതാവ് നിയമസഭയിൽ ഉന്നയിച്ചല്ലോ, 13.5 കോടി രൂപ ഈ നമ്മുടെ ഇവിടെ അങ്കമാലി ഇതിനൊക്കെ ഉള്ളത് ഫെൻസിങ്ങിന് വേണ്ടി നബാർഡ് പണം അനുവദിച്ചിട്ട് 2 വർഷമായിട്ട് അതിന് ടെൻഡർ പോലും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മനുഷ്യർ ദിവസേന എന്നുള്ള രീതിയിൽ കാട്ടാന ആക്രമണത്തിലും പുലി ആക്രമണത്തിലും ഉൾപ്പെടെ മരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ നിസ്സംഗമായിട്ട് നിൽക്കുന്ന ഒരു ഭരണകൂടമായിട്ട് മാറുകയല്ലേ? 48% മാത്രം ഫണ്ട് വിനിയോഗിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ ശമ്പളം കൊടുക്കാനും ഇവരുടെ ഓഫീസ് നടത്താനും വേണ്ടി മാത്രമാണ് പണം ഉപയോഗിച്ചത് എന്നാണ് വരുന്നത്. അത്രമാത്രം വലിയ നിസ്സംഗത ഈ സർക്കാരിൻ്റെ ഭാഗത്തു ഇത് മുഴുവൻ ഉദ്യോഗസ്ഥർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. രാഷ്ട്രീയ നേതൃത്വം ഭരണകാര്യങ്ങളിൽ ഒന്നും ഇടപെടാതെ ഉദ്യോഗസ്ഥർക്ക് വിട്ടിരിക്കുകയാണ്. വനം വകുപ്പിനെ സംബന്ധിച്ചോളം അവരുടെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്താ? വനം സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. ആ വനസംരക്ഷണവും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളുമെല്ലാം ഒരുമിച്ച് ചേർത്ത് ഏകോപനമുണ്ടെങ്കിൽ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടാവണം. ആ ഇടപെടൽ ഉണ്ടാവുന്നില്ല. ഒരു സംഭവം കഴിഞ്ഞാൽ അതിൻ്റെ 1-2 ദിവസത്തെ പ്രതിഷേധവും ചർച്ചയും കഴിഞ്ഞാൽ ബാക്ക് ടു നോർമലാണ്. പിന്നെ എല്ലാം വിട്ടു അടുത്ത ആക്രമണം ഉണ്ടാകുമ്പോൾ ശരിയാണ്. അത് മാധ്യമങ്ങളെയും ഞാൻ മാറ്റി നിർത്തുന്നില്ല. മാധ്യമങ്ങളും ഞാനടക്കം ഇതുപോലെ സംഭവം ഉണ്ടാകുമ്പോൾ മാത്രം ചർച്ച ചെയ്യും. പിന്നെ നമ്മൾ ചർച്ച ഒക്കെ വിട്ട് അടുത്ത മരണം ഉണ്ടാവും, നമ്മൾ ഇതുപോലെ വീണ്ടും ഇരിക്കാൻ. ഞാൻ അങ്ങനെയൊക്കെ കഴിയില്ലല്ലോ ഹാഷ്മി. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായ കാര്യങ്ങൾക്ക് മാത്രം പ്രതികരിക്കില്ലല്ലോ, നിരന്തരമായ പ്രവർത്തനം ഇതിനകത്ത് വേണ്ടേ? ശരി, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ ഷാനവാസ്, എനിക്ക് തോന്നുന്നു ഷാനവാസിന്റെ വീടിനടുത്ത് വീണ്ടും കടുവയെ കണ്ടു എന്നാണ് തോന്നുന്നത്. ഷാനവാസ്, ഇന്നിപ്പോ നിങ്ങൾ ആ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്ന് നിങ്ങളുടെ പ്രാണഭീതിയിൽ പറയുമ്പോൾ അതിനെ അല്ലെങ്കിൽ കൊല്ലുമെന്നോ കൊല്ലില്ലെന്നോ വ്യക്തമായി മറുപടി പറഞ്ഞില്ലെങ്കിലും കുറേ അധികം മറ്റു കാര്യങ്ങൾ തീരുമാനം ഉണ്ടാകുന്നല്ലോ. അവിടെ അവിടെ നിരന്തര സർവൈലൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ പിടിച്ചാൽ ഇതിനെ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റും. 16 സംഘം രാത്രിയും പകലും അവിടെ കോമ്പിംഗ് ഓപ്പറേഷൻ പോലെ നടത്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കുണ്ടായ ഒരു വല്ലാത്ത ഭീതിക്ക് ഒരു താൽക്കാലിക ആശ്വാസം ഈ ADM-ഉമായിട്ട് ചർച്ചയ്ക്ക് ശേഷം ഉണ്ടായിട്ടുണ്ടോ ഷാനവാസ്? പിന്നെ ആശ്മി, അത് ഇവരിത് പറഞ്ഞ് വെച്ചതിന് ശേഷം, അതായത് ഈ ചർച്ച ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ വളരെ ലേറ്റായിട്ട് ഒരു ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പിന്നെ 3-4 മണിക്കൂർ അവിടെയുള്ള ജനങ്ങളെയും പിഞ്ചു മക്കളെയും അടക്കം അവിടെ പ്രതിഷേധത്തിന് വന്ന ആൾക്കാരെ മൊത്തം പിന്നെ ഒന്നുമല്ലാതാക്കിക്കൊണ്ടാണ് അവർ നമ്മളെ പറ്റിച്ചത്. ചീറ്റ് ചെയ്യുക ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ 2 മണിക്ക് വരാം 3 മണിക്ക് വരാമെന്ന് പറഞ്ഞ് 4 മണിയായിട്ടും ജില്ലാ ഭരണകൂടം എത്തിയിട്ടില്ല, കളക്ടർ അവയ്ക്ക് എത്തിയിട്ടില്ല. ഈ പ്രിയദർശിനി എസ്റ്റേറ്റിൽ നടന്ന സംഭവത്തിൽ പ്രിയദർശിനി എസ്റ്റേറ്റിൻ്റെ MD കൂടി ആയിരുന്ന കളക്ടർ ഒന്ന് വന്ന് നോക്കിയിട്ട് ഒരു ആശ്വാസവാക്ക് പറയുക, അല്ലെങ്കിൽ എന്താണ് ജനങ്ങൾക്ക് വേണ്ടതെന്ന് തീരുമാനം അത് അറിയിക്കാൻ പോലും പിന്നെ മനസ്സ് കാണിച്ചില്ല എന്നുള്ളത് വളരെ മോശവും ഇതിൻ്റെ അപ്പുറത്ത് ഒരു മനുഷ്യനോട് ചെയ്യാൻ പറ്റാത്തിൽ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ചെയ്തിട്ടുണ്ട്. വളരെ മോശമായ കാര്യമാണ് അവർ ചെയ്തത്. ഒന്ന് വന്ന് നോക്കി ഒരു ആശ്വസിപ്പിക്കുക ഒന്നും ചെയ്തില്ല. ആ മൃതദേഹം ഇന്ന് അവിടെ അടക്കി വന്ന് തുടങ്ങിയ പ്രതിഷേധം വൈകിട്ട് 5:30 മണി ആയപ്പോഴാണ് പിന്നെ കളക്ടർക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ADM-നെ അങ്ങോട്ടേക്ക് വിടുന്നത്. ആ ചർച്ച ചെയ്ത് താൽക്കാലിക അവരെന്താക്കി, പിന്നെ അരുൺ സക്കറി എല്ലാം വന്നു,
പിന്നെ ആ ഒരു രീതിയിലേക്ക് ചർച്ചയെ ഒതുക്കി. അതായത് പിന്നെ കടുവയെ പിടിക്കുകയാണെങ്കിൽ, പിന്നെ കൂട്ടിൽ നിന്ന് പിടിക്കുകയാണെങ്കിൽ അതിനെ ബംഗ്ലാവിലോട്ട് മാറ്റുന്നു, കാഴ്ച ബംഗ്ലാവിലോട്ട് മാറ്റുന്നു. അതല്ല പിന്നെ ഡയറക്റ്റ് കാണാമെങ്കിൽ ഷോർട്ട് ആൻഡ് സൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് ഇതാക്കുന്ന സമയത്താണ് എൻ്റെ വീട്ടിൽ നിന്ന് വിളി വന്നത്. ഞങ്ങളവിടെ പ്രതിഷേധത്തിലാണ്. എൻ്റെ വൈഫെല്ലാം ആകെ വിറച്ചുകൊണ്ട് വിളിക്കുകയാണ്, ഇതാ നമ്മുടെ ബേക്കിൽ കടുവ നട്ട്. ഞാൻ ഇന്നലെയും കൂടി പറഞ്ഞ കാര്യമാണ്. ഉറപ്പായിട്ടും ഞാൻ ഇന്നലെ വെറുതെ ഇരുന്ന് ചർച്ചയിൽ പറഞ്ഞതല്ല, എൻ്റെ ഇതാണ് ഞാൻ പറഞ്ഞത്. കാരണം നമുക്കറിയുന്നതോടെ ഞങ്ങളുടെ നാടിന് ആർക്കും അറിയില്ല. ആ ബേക്കിലൂടെ ആ വഴി ആകെ ഒരു കഷ്ടി പറഞ്ഞാൽ ഒരു 800 മീറ്റർ ഉണ്ടാവുള്ളൂ ഇന്നലെ ആ കൃത്യം നടന്നത് നമ്മളെ വീട്ടിലോട്ട്. അതേ വഴിയിലൂടെയാണ് അത് വന്നതും. നമ്മുടെ അയൽവാസി ജസ്റ്റ് മിസ്സാണ്, അത് ശരിക്കും പതിഞ്ഞിരിക്കുകയായിരുന്നു. ഇപ്പോൾ അവരെ കണ്ണിൽ ആ ഭയം പോയിട്ടില്ല. ഇപ്പം കൂടി ഞാൻ അവരുമായിട്ട് കണ്ട് സംസാരിച്ചതാണ്. എന്നെ വിളിക്കലും ഞങ്ങൾ ഓടി വരുന്നതും എല്ലാം പെട്ടെന്നായിരുന്നു. ആകെ ഒരു ശോക അവസ്ഥയായിരുന്നു. എൻ്റെ ഉമ്മാനൊക്കെ മുഖം കാണും. എൻ്റെ ഉമ്മ ഡയറക്റ്റ് കണ്ട വ്യക്തിയാണ്. എൻ്റെ ഉമ്മ ഇവിടെ ഉണ്ട്, ഡയറക്റ്റ് കണ്ടതാണ് അത് കയറി പോകുന്നത്. നമ്മുടെ അയൽവാസി നെയ്ബർ, തൊട്ടടുത്ത വീട്ടിലെ അയൽവാസി അത് കണ്ടിട്ട് ആ ഷോക്ക് ഇപ്പോഴും മാറിയിട്ടില്ല. പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവിടെ ബേക്കിൽ. എന്താ പറയുക, വല്ലാത്തൊരു അവസ്ഥ. ഇത്രയും മനുഷ്യരെ ചീറ്റ് ചെയ്തിട്ടും പിന്നെ ഇതിനൊരു നടപടി എടുക്കുന്നില്ല. എന്തെല്ലാം പ്രതിഷേധങ്ങൾ നമ്മൾ ഇന്ന് അത്രയും പറഞ്ഞതാണ്. അവിടെ ഞങ്ങൾ മരിച്ചു പോവുകയല്ലാണ്ട് ഞങ്ങൾ എന്താവില്ല ഇതിൽ നിന്ന് പിന്മാറില്ല. അതെന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ഞങ്ങൾക്കറിയാം ആ സാധനം അവിടെ നിന്ന് അതിനെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ, കൊന്നിട്ടില്ലെങ്കിൽ നാളെ ഞാനോ അല്ലെങ്കിൽ എൻ്റെ ഉമ്മയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കളോ ഈ ഒരു അവസ്ഥയിൽ കടക്കേണ്ടി വരുന്നത് 100% ഉറപ്പാണ്. അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ അത്രയ്ക്കും പ്രതിഷേധിച്ചിട്ടും അതിന് ബാക്കി എന്ത് അവർ വിചാരിച്ച് ഇന്നത്തോടെ ആ മൃതദേഹം അടക്കുന്നതോടെ ഞങ്ങൾ മിണ്ടാതിരിക്കും എന്നുള്ള ഇതിലേക്ക് അവർ നിന്നത്. പക്ഷെ ഒരിക്കലുമില്ല. ഞങ്ങളുടെ ജനങ്ങൾ ഒറ്റക്കെട്ടായിക്കൊണ്ട് എന്താണോ ഞങ്ങളുടെ ആവശ്യം അത് നിറവേറ്റണം എന്നുള്ള ഉറച്ച പ്രതിജ്ഞയോടെ പട്ടിണി കടന്നുകൊണ്ട് ഫുഡ് പോലും കഴിക്കാതെ വൈകുന്നേരം അവരെ വേണ്ടി കാത്തു നിന്നു. അത്രയും പ്രതിഷേധിച്ചിട്ടും കലക്ടർ വരാമെന്ന് പറയല്ലാണ്ട് 5 മണിയായിട്ട് കലക്ടർ എത്തിയിട്ടില്ല. ഇതാണ് ഒരു ഭരണകൂടം ചെയ്യേണ്ടത്. ഒരു മനുഷ്യന് പുല്ല് വിലയാണ് ഇവിടെ കൽപ്പിക്കുന്നത്. ഇവർ തമ്മിൽ എന്ത് പ്രശ്നങ്ങളുണ്ടായിക്കോട്ടെ, സർക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ അറിയേണ്ട ആവശ്യമില്ല. മനുഷ്യന് ജീവിക്കണം, സമാധാനത്തോടെ ജീവിക്കണം. അതിന് പിന്നെ അത് ചെയ്തു തരേണ്ട ആൾക്കാർ അധികാരികളാണ്. അവരോടല്ല ഞങ്ങൾ ആരോട് പറയും. DFOനോട് പറയുമ്പോൾ DFO കൈമലർത്തുന്നു. DFO പറയാണ് പിന്നെ നമുക്ക് ഒരിക്കൽ ഒരു ആനക്ക് വെടിവെച്ച കേസിൽ തന്നെ ഞാൻ പ്രതിയാണ്, പിന്നെ മയക്കുവെടി വെച്ചതിൽ. അപ്പം നമുക്ക് പെട്ടെന്ന് അതിനെ കൊല്ലാൻ പറ്റില്ല എന്നൊക്കെ ഇന്നലെ പറഞ്ഞത് ഇന്ന് തിരുത്തി പറയാണ്. ഞങ്ങൾ ജീവൻ വെച്ചിട്ട് ഇവിടെ പോരാട്ടം ചെയ്യുമ്പോൾ അവർ പറയുന്ന അവസ്ഥ മനസ്സിലാക്കണോ? എങ്ങനെ അവർ പറയുന്നത് അവർക്ക് നിയമം പ്രശ്നമാണ്. പക്ഷെ ഇന്നലെ ജനങ്ങളെ മണ്ണിൽ പിന്നെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് പച്ചക്കള്ളം പറഞ്ഞിട്ട് ഞങ്ങളെ പറ്റിച്ചതാണ്. ഇന്നലെ അവർ പറഞ്ഞെന്താ ഷൂട്ട് ചെയ്യും, പിന്നെ അതിനുള്ള നടപടി കിട്ടിയിട്ടുണ്ടെന്ന് പറയും. ഇന്ന് അതേ DFO പറയാണ് ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ കരുതി ഒന്ന് തൽക്കാലം മൃതദേഹം അടക്കുന്നത് വരെ എന്ത് വേണം, അവർക്കൊരു ഗ്യാപ്പ് വേണം. അതുവരെ അവരെങ്ങനെ ഒതുങ്ങി കഴിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇവർ ഓപ്പണായിട്ട് പറയാൻ തുടങ്ങി ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. അവിടെ ഇന്നലെ കടുവനെ കണ്ടു. കടുവ കൂടിന് ചുറ്റും നടന്ന വിഷ്വൽസ് അടക്കം കിട്ടിയെന്ന് അവർ പറയുന്നു. എന്തുകൊണ്ട് ഷൂട്ട് ചെയ്തില്ല? ഇത്രയും നരഭോജിയായ ഒരു മനുഷ്യന് വികൃതമായിട്ട് പിച്ചിച്ചീന്തിയ പിന്നെ ഈ സാധനത്തെ വെടിവെക്കാൻ ഉത്തരവ് കിട്ടിയെന്ന് ഞങ്ങളെ പറഞ്ഞ് ധരിപ്പിച്ചിട്ട് എന്തുകൊണ്ട് അവർ ഷൂട്ട് ചെയ്തില്ല? എന്തുകൊണ്ടില്ല? 10-40 ക്യാമറ സ്ഥാപിച്ചെന്ന് പറയുന്നു. എന്ത് കാര്യമുണ്ട്? ഇന്ന് ഒരു 10 മിനിറ്റ് വൈകിയിരുന്നെങ്കിൽ ഇപ്പൊ ഒരു പക്ഷെ ഇന്നലെ കണ്ട ഞാൻ കയ്യിൽ വെച്ച് എടുത്തു കൊടുന്നു വന്ന ആ മൃതദേഹത്ത് എൻ്റെ ഉമ്മയുടെ ഞാൻ ഇന്ന് കാണേണ്ടി വരുമായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ അയൽവാസിയുടെ ഞാൻ ഇന്ന് കാണേണ്ടി വരുമായിരുന്നു. അത്ര എടുത്തുനിന്ന് ഒരു 2 മീറ്റർ ഗ്യാപ്പില്ലാണ്ടാണ് ആ സാധനം പതുങ്ങിയിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിലവിളിച്ച് അവർ ഓടി വീട്ടിൽ കയറിയും കൊണ്ട് മാത്രം, അല്ലെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? ആരോട് പറയണം സാർ? ആരോട് പറയണം? എല്ലാവരും വന്ന് ഈ ചർച്ച ചെയ്യല്ലാണ്ട് എന്ത് കാര്യമാണുള്ളത്? പുറത്തിറങ്ങാൻ കഴിയുന്നുണ്ട്? നമ്മൾ ഇന്നലെ അത്രയും ഞങ്ങളുടെ വിഷമങ്ങൾ പറഞ്ഞതാണ്. ഇന്ന് എൻ്റെ വീട്ടിൽ സംഭവിച്ചു. ഇന്നലെ ഞാൻ പറഞ്ഞു ഇത് നാളെ എൻ്റെ വീട്ടിലായിരിക്കാം സംഭവിക്കുക, അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും പ്രതിഷേധിക്കുന്നത് പറഞ്ഞ് തള്ളിയ എന്ന് ഞാൻ തന്നെ ഇവിടെ ഇരുന്നിട്ട് എൻ്റെ വീട്ടിൻ്റെ അടുത്ത് വന്ന കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ വിഷമങ്ങൾ മനസ്സിലാക്കണം, എത്രത്തോളം സങ്കടം ഉണ്ടാവും എന്നുള്ളത്. ഇന്നലെ ആ ചേച്ചി ആ ബോഡി കണ്ടിട്ട് എൻ്റെ കയ്യിൽ വെച്ചിട്ട് അവസാനമായിട്ട് കൈ പിടിച്ച് ഞാൻ ആ പായിലോട്ട് വെക്കുമ്പോഴുള്ള തണുപ്പ് വരെ ഉണ്ടല്ലോ, എനിക്ക് എൻ്റെ ഉമ്മയാണ് ഓർമ്മ വന്നത്. സത്യം പറയാണ്, അതേ ഒരു അവസ്ഥയിൽ ഇന്ന് ഞാൻ എൻ്റെ ഉമ്മാനെ എടുക്കേണ്ടി വരുമല്ലോ എന്നുള്ള വളരെ വിഷമത്തോടെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അങ്ങനെ ആവുമായിരുന്നു ഒരു പക്ഷേ, എന്തോ ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് കഴിച്ചിലായി പോയതാണ്. അത്രയും എന്ത് ചെയ്യാനാണ് ഈ സർക്കാർ? ചുമ്മാ പറ്റിക്കല്ലാണ്ട് ജനങ്ങളെ വിഡ്ഢിയാക്കിയല്ലാണ്ട് എന്ത് ചെയ്യാനാണ്? ഇവിടെ എത്രങ്ങാനും വീട്ടിൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. ഇവരിത് പറയല്ലാണ്ട് ഇപ്പോൾ അവർ നിയമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അതിനെ കൊല്ലാൻ പറ്റില്ല, അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട് പോലും. ഇന്നലെ പറഞ്ഞത് എന്താ? അപ്പൊ ആളുകൾ കൂടി നിൽക്കുന്ന ആളുകളെ എന്താക്കണം? പ്രതിഷേധിക്കുന്നവരെ, ഒച്ചപ്പെടുത്തുന്നവരെ ശബ്ദിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പല കാര്യങ്ങളും പറഞ്ഞുണ്ടാക്കുകയാണ്. എങ്ങനെ? നമ്മളെ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. തണുത്ത് കഴിഞ്ഞാൽ മൃതദേഹം അടക്കി വന്നപ്പോൾ ഇവരെ കോലം മാറി. ഇന്നലെ വരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത ആശ്മി പോലും എന്നോട് ചോദിച്ചായിരുന്നു
പിന്നെ ഷാനവാസെ അത് കൊല്ലുന്നല്ലോ പറഞ്ഞത് ഇതല്ലല്ലോ എന്ന്. അപ്പോൾ അവരോട് നമ്മൾ ഇന്ന് രാവിലെ അത് ചോദിച്ചു, മൃതദേഹം അടക്കുന്ന മുൻപ്. അപ്പോൾ അവർ പറഞ്ഞു എല്ലാം ഷൂട്ട് ചെയ്യും, നമുക്ക് അങ്ങനെ തന്നെയാണ് അനുമതി കിട്ടിയെന്ന് പറഞ്ഞു. DFOന്റെ മുകളിലുള്ള ഒരു ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു, ഇരുന്ന് വിയർക്കുകയായിരുന്നു അവർക്ക് പറയാൻ മറുപടി ഇല്ല. ജനങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ ഫുള്ള് ചാനലിൽ, വിയർക്കുകയായിരുന്നു അവര്, വിറച്ച്. ഇതൊക്കെ ആരോടാ നമ്മൾ പറയേണ്ടത് സാറേ? നമ്മൾ കണ്ടതാണ്. അവിടെ BN അസ്കർ ഇവിടെ നോക്കൂ, ഒരു ചെറുപ്പക്കാരൻ വന്നിരുന്ന് കരച്ചിലിന്റെ വക്കോളം വേദന പറയുകയാണ്. അത് ഷാനവാസിന്റെ മാത്രം പ്രശ്നമല്ല, അത് ഏരിയയുടെ മൊത്തം വേദനയാണ്, ഏരിയയുടെ മൊത്തം സങ്കടമാണ്. ഇന്ന് കുറേ അധികം മനുഷ്യർ നിരോധനാജ്ഞ ലംഘിച്ച് അവിടെ വന്നു. അവർ ചോദിക്കുന്നത് എന്താണ്, വനം മന്ത്രി ഒന്ന് ഫോണിൽ വിളിച്ച് എന്താ കാര്യം അന്വേഷിക്കാത്തേ? വനം മന്ത്രി അവിടെ വന്നാൽ ഈ കടുവ ഉടനെ കൂട്ടിക്കയറും എന്നർത്ഥം അതിലില്ല. നേരത്തെ വാഗേരിയിൽ ഒരു പ്രജീഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കടുവ കൊന്നു. ഇടത്തെ തൊടയിലെ മാംസം മൊത്തം തിന്നു, തലച്ചോറടക്കം തിന്നു, ബാക്കി കൊടുത്തൊരു അസ്ഥി കൂടെ ഇട്ട് കടുവ പോയി. ഈ മന്ത്രി അങ്ങോട്ട് പോയത് എത്ര നാളിന് ശേഷമാണെന്ന് അറിയാവോ? മന്ത്രിക്ക് അത്ര പണി എന്താണ് ഇവരെ ഒന്ന് വിളിച്ച് സമാധാനിപ്പിക്കാതിരിക്കാൻ മാത്രം? ശ്രീ അസ്കർ, ഈ ജില്ലാ ഭരണകൂടം അങ്ങോട്ടേക്ക് ഉടനെ ഓടിയെത്തേണ്ടവരാണ്, ഈ സമൂഹത്തിനൊപ്പം നിൽക്കേണ്ടവരാണ്. കളക്ടർ അവിടെ നിന്ന് പിന്നെയും പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുക. ഈ പാവങ്ങൾ എന്തിനാണെന്ന് ഇവരെ ഇങ്ങനെ അവഗണിക്കുന്നത്? എന്തിനാണ് ഇവരെ ഇങ്ങനെ പുറങ്കാലിനടിക്കുന്നത് സർക്കാർ? അസ്കർ, ഹഷ്മി, ഇതിൽ ഏറ്റവും പരമപ്രധാനമായി കാണേണ്ടത് കേന്ദ്ര വന നിയമത്തിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള വകുപ്പുകളുടെ 11(1)A പ്രകാരമുള്ള ഷെഡ്യൂൾ 1-ൽപ്പെട്ടിട്ടുള്ള വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനാവശ്യമായിട്ടുള്ള നിയമ നടപടികളുടെ ഭാഗമായി വന്നിട്ടുള്ള പരിമിതിയുണ്ട് സംസ്ഥാന സർക്കാരിന്. ആ പരിമിതി മറികടക്കുന്നതിനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് കേന്ദ്ര സർക്കാരിന് മാത്രമേ നിലവിലുള്ള സാഹചര്യമുള്ളൂ. ഷാനവാസിനെ പോലെ അല്ലെങ്കിൽ വയനാടിലെ ഇത്തരത്തിൽ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ നേരിടുന്ന വനാതിർത്തിയോട് ചേർന്നു താമസിക്കുന്ന ആളുകളുടെ വേദനകൾ കണ്ടില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഞാനിതിൽ പറയുന്നത്. നമ്മുടെ മുന്നിലെ നിയമത്തിലെ ആ നിയമം വരുത്തി വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുടെ പരിമിതിയാണ് ഇക്കാര്യത്തിലുള്ളത്. ഒരു വന്യമൃഗത്തെ വളരെ എളുപ്പത്തിൽ അങ്ങനെ അങ്ങ് വെടിവെച്ച് കൊല്ലാനാവില്ല. നിയമം അത് വളരെ കൃത്യമായിട്ട് നമുക്കറിയാം. 2010 നവംബർ 2 പണ്ടർകൗട എന്ന ഷാനവാസ് പറഞ്ഞതുപോലെ ഇന്നലെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറക്കിയതൊക്കെ ഈ പാവങ്ങളുടെ കണ്ണി പൊടിയിടാനല്ലേ എന്ന് പറയുന്ന അസ്കർ? ഇന്നലെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിറക്കും എന്നൊക്കെ പറഞ്ഞത് ഇന്നലെ മന്ത്രി അടക്കം പറഞ്ഞത് ഈ പാവങ്ങളുടെ കണ്ണി പൊടിയിടാനല്ലേ? മുമ്പ് അതല്ല, നിയമപരമായി ഷെഡ്യൂൾ 1-ൽപ്പെട്ടിട്ടുള്ള വന്യമൃഗത്തെ വെടിവെച്ച് കൊള്ളണമെങ്കിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് വേണം. ആ ഉത്തരവ് വരുന്നതിന് മുമ്പ് ചെയ്യേണ്ടതും ആ കടുവ നരഭോജി എന്ന അർത്ഥത്തിൽ പ്രഖ്യാപിക്കപ്പെടണം. അതിനു മുമ്പ് ആ കടുവയെ പിടിക്കുന്നതിന് മനുഷ്യസാധ്യമായ എല്ലാ സാഹചര്യങ്ങളും സൃഷ്ടിക്കണം. നിശ്ചയമായി നിയമം പറയുന്നതനുസരിച്ച് NTCAയിലെ ഒരു അംഗം, അതുപോലെ പ്രദേശത്തെ പഞ്ചായത്തിന്റെ ഒരംഗം, അതുപോലെ മൃഗഡോക്ടർ, DFO അടക്കമുള്ള സമിതി ഒരു NGOയുടെ പ്രതിനിധി അടക്കമുള്ള സമിതി രൂപീകരിച്ച് ആ സമിതിയുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഒരു ഈ നരഭോജിയായിട്ടുള്ള ഒരു വന്യമൃഗത്തെ വേട്ടയാടാനാവുകയുള്ളൂ. 1. 2, പ്രദേശത്ത് കൂടുകൾ സ്ഥാപിച്ച് ആ കൂടുകളിൽ ഏതെങ്കിലും തരത്തിൽ ആ മൃഗത്തെ പിടിക്കാനാവുന്നില്ല എന്ന ഉത്തമ ബോധ്യം വരണം. 3, PIP സംവിധാനം അടക്കം വെച്ച് നിരീക്ഷണങ്ങൾ നടത്തണം. ക്യാമറ സംവിധാനം ഉപയോഗിച്ച് കൃത്യമായ ഒരു നിരീക്ഷണ സംവിധാനം ഉണ്ടാക്കണം. ആ നിരീക്ഷണ സംവിധാനങ്ങളെല്ലാം പരാജയമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ വെടിവെക്കുന്നതിന് ചീഫ് വൈൽഡ് ലൈഫ് കൺസർവേറ്ററിന് ഉത്തരവ് പാസ്സാക്കാൻ ആകൂ എന്ന നിയമപരമായിട്ടുള്ള പരിമിതിയാണ് ഇക്കാര്യത്തിലുള്ളത്. ഇവിടെ അത്തരം നടപടിക്രമങ്ങളിലൂടെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും വനം വകുപ്പ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. നമുക്ക് കേന്ദ്ര നിയമത്തെ മറികടന്നുകൊണ്ട്, കാര്യം ഇന്ത്യൻ ഭരണയുടെ 252 ആർട്ടിക്കിൾ അനുസരിച്ച് പാസ്സാക്കപ്പെട്ടിട്ടുള്ള ഒരു നിയമമാണ്. 11 സംസ്ഥാനങ്ങളുടെ കൂട്ടായ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ആ നിയമം പാർലമെന്റിൽ പാസ്സാക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും കേന്ദ്ര സർക്കാരിന് മാത്രമേ ആ നിയമത്തിൽ ഭേദഗതി ചെയ്യാനാവൂ. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ വർഷം പോലും ഈ കാര്യത്തെ സംബന്ധിച്ച് ആവശ്യമിട്ട് ബോംബെ ഹൈക്കോടതിയുടെ നാഗ്പൂർ ബെഞ്ചിൽ ഇപ്പോഴും നിലവിൽ അവന്യയുടെ കേസുമായി ബന്ധപ്പെട്ട് കേസുകൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ് വസ്തുത. കേരള ഹൈക്കോടതിയിലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു റിട്ട് പെറ്റീഷനിൽ വളരെ കൃത്യമായി കേരള ഹൈക്കോടതി ഒരു നിരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തിന് ഇതിൽ നിയമപരമായി പരിമിതിയുണ്ട്. ആ പരിമിതി കൂടി മനസ്സിലാക്കി മാത്രമല്ല ഫെൻസിംഗ് ഒന്നും കടുവയെ താങ്കൾ പറഞ്ഞു. അല്ല, ഞാൻ കേന്ദ്ര നിയമത്തിന്റെ കാര്യം ശരിയാണ്. 72-ലെ നിയമം ഏതോ കാലത്ത് എടുത്തു കളഞ്ഞ് അതിന് പുതിയ കാലത്ത് അല്ല സെലക്സ് ഒഴികയിൽ ഈ 72-ലെ നിയമം ഭേദഗതി ചെയ്യണമെന്ന ഒരു തർക്കം അക്കാര്യത്തിൽ ആർക്കും ഇല്ലല്ലോ അക്കാര്യത്തിൽ. പക്ഷേ ഇത് കേന്ദ്രം ഭേദഗതി ചെയ്യും വരെ നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന കാട്ടാനയും കാട്ടുപോത്തും കാട്ടുപുലിയും കടുവയും ഇറങ്ങി മനുഷ്യരെ കൊന്നു തിന്നോട്ടെ, ഈ ഷാനവാസിനെ പോലെയുള്ള കണ്ണീര് അവിടെ കിടന്നോട്ടെ എന്ന് നമുക്ക് ഉറപ്പിച്ച് അനങ്ങാതിരിക്കാൻ പറ്റുമോ? സെലക്സ് ഒഴികയിൽ
ഇപ്പോൾ നമ്മളന്ന് വാഗേരിലെ പ്രജീഷിന്റെ സമയത്ത്, പോളിന്റെ സമയത്ത്, തോമസിന്റെ സമയത്ത് ഒക്കെ നമ്മൾ ഇതേ ചർച്ചയിൽ ഇതേ കാര്യം പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇന്നും പറയുക, നാളെ വീണ്ടും കൊല്ലുമ്പോൾ വീണ്ടും പറയും. കേന്ദ്ര നിയമം, എന്താണ് സംസ്ഥാന നിയമം, പരിമിതി. അതെ അതെ അതായത് ഹാഷ്മി, നമ്മൾ ഇന്നലത്തെ ചർച്ചയിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു ആ ഉത്തരവ് തട്ടിപ്പാണെന്നും ആ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ആ കടുവയെ കൊല്ലാൻ സാധ്യമല്ലെന്ന് ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇതിനകത്തുള്ള വിഷയം ഇന്നലെ വനമന്ത്രി വളരെ പച്ചയ്ക്ക്, വനമന്ത്രി അല്ല, ശ്രീ OR കേളു വളരെ പച്ചയ്ക്ക് ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചു എന്ന് വ്യക്തമായിരിക്കുകയാണ്. അത് വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടു എന്ന് പറഞ്ഞ് തന്നെയാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് തന്നെയാണ് ആ ബോഡി അവിടെ നിന്ന് എടുത്തത്. അതങ്ങനെയല്ല എന്ന് വ്യക്തമായ സ്ഥിതിക്ക് ആ ജനങ്ങളോട് സ്വന്തം മണ്ഡലത്തിലെ മാനന്തവാടി മണ്ഡലത്തിലെ മന്ത്രി MLA കൂടിയാണ് ശ്രീ കേളു, സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചതിന് മാപ്പ് പറയാനുള്ള മാന്യതയെങ്കിലും മിനിമം ശ്രീ OR കേളു എന്ന മന്ത്രി കാണിക്കണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഇന്നലത്തെ ചർച്ചയിൽ SK സജീഷും ഇന്നിപ്പോൾ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച അസ്ഗറാണെന്ന് തോന്നുന്നു, അസ്ഗറും പറഞ്ഞൊരു കാര്യം, കേരള ഹൈക്കോടതിയുടെ ഒരു വിധി, അതായത് കേന്ദ്ര നിയമമുണ്ട് 11(1)A പ്രകാരം പരിമിതികളുണ്ട് എന്ന് പറയുന്നു. ഓക്കെ, അതിൽ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യം, ഈ മനുഷ്യ ജീവനും സ്വത്തിനും ഹാനികരമാക്കുന്ന മൃഗമാണ് എന്ന് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് ബോധ്യം വന്നാൽ വെടിവെക്കാൻ ഉത്തരവിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. SOP, അതാണ് നിയമം. SOP നിയമത്തിന്റെ താഴെയാണ്. ഞാൻ പറയട്ടെ, ഈ കേരള സർക്കാരും ഈ വനംവകുപ്പ് SOP പ്രകാരമുള്ള കാര്യങ്ങൾ മുഴുവൻ പാലിച്ചിട്ടാണ് ഇത്രയും കാലം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. SOP, ഇദ്ദേഹം പറഞ്ഞ SOP എൻ്റെ കയ്യിലുണ്ട്, അതിന്റെ മലയാള പരിഭാഷയുണ്ട്. ആ SOPയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, പുറത്തേക്ക് ഇറങ്ങുന്ന കടുവകളെ പിടിച്ചാൽ അതിനെ തിരിച്ച് കാട്ടിൽ വിടുന്നുണ്ടെങ്കിൽ അത് റേഡിയോ കോളർ ഘടിപ്പിച്ച് മാത്രമേ വിടാവൂ എന്ന് SOPയിൽ പറഞ്ഞിട്ടുണ്ട്. വയനാട്ടിൽ മാത്രം കഴിഞ്ഞ 5 വർഷത്തിൽ 34 കടുവകളെയാണ് പിടിച്ചിരിക്കുന്നത്. അതിലൊറ്റ കടുവയെ പോലും അവർ റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടില്ല, ഘടിപ്പിക്കാതെ തിരിച്ച് പുറത്തു വിട്ടു. ഇപ്പൊ തൊട്ടു മുമ്പ് സംസാരിച്ച ആൾ പറഞ്ഞല്ലോ, അതായത് ബത്തേരിയിൽ നിന്ന് പിടിക്കുന്ന കടുവയെ പുൽപ്പള്ളി കൊണ്ടുവിടും, പുൽപ്പള്ളിയിൽ നിന്ന് പിടിക്കുന്ന കടുവയെ മാനന്തവാടി കൊണ്ടുവിടും. ഇതാവസ്ഥ. ഒറ്റ ഒരെണ്ണത്തിന് റേഡിയോ കോളർ ഇല്ല. അതുകൊണ്ട് SOP എന്ന് പറഞ്ഞ ആളെ പിടിക്കുന്ന പരിപാടി ഒന്നും വേണ്ട അസ്കറെ. SOP ഒക്കെ ഞങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു SOP പാലിച്ചിട്ടില്ല ഇതുവരെ പാലിക്കാത്ത SOPയുടെ പേര് പറഞ്ഞ ആളുകളെ പറ്റിക്കുന്നവരാണ്, നിർത്തണം. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ ഹൈക്കോടതി വിധിയുടെ കാര്യം ഇന്നലെ സജീഷ് പറഞ്ഞു, ഇന്ന് അസ്കർ പറഞ്ഞൊരു കാര്യം കറക്റ്റാണ്. അസ്കർ ഉപയോഗിച്ച വാക്ക് പ്രത്യേകം നോട്ട് ചെയ്തു. ഹൈക്കോടതിയുടെ പരാമർശം, അതായത് ഇൻഡ്രെ ബ്രൂണോ കേസിൽ കേരള ഹൈക്കോടതിയുടെ പരാമർശം മാത്രമാണത്. അതായത് 13/204/2021 കേസ് ഇൻഡ്രെ ബ്രൂണോ കേസാണ്. ആ കേസിൽ കിഫ കക്ഷിയാണ്. കിഫ മാത്രമല്ല, കേരളത്തിലെ ഇത് തെരുവുപട്ടിയുമായി ബന്ധപ്പെട്ട കേസായതുകൊണ്ട് കേരളത്തിലെ 900 പഞ്ചായത്തുകൾ കക്ഷിയാണ്. അതിൽ ഒരു പരാമർശം, ഒബിറ്റഡ് ഡിക്റ്റം എന്ന് നിയമത്തിന്റെ ഭാഷയിൽ പറയും, അത് വിധിയല്ല. ആ പരാമർശം ഞാൻ അസ്കറിന് അറിയില്ലെങ്കിൽ ഞാൻ വായിച്ചു തരാം. ആ വിധിയുടെ, അതായത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി 19 വന്ന വിധിയല്ല, പരാമർശം. അതിന്റെ 3ാമത്തെ പേജിൽ 3ാമത്തെ പാരഗ്രാഫിന്റെ ലാസ്റ്റ് സെന്റൻസ് നിങ്ങൾ വായിക്കണം. We do not see that the said provision as enabling the district collector to take action against an animal in the wild. പ്രത്യേകം നോട്ട് ചെയ്യുക, ആനിമൽ ഇൻ ദ വൈൽഡ് എന്നാണ്. അതായത് വനത്തിനുള്ളിലെ മൃഗത്തിനെതിരെ CRPC 131 പ്രയോഗിക്കാൻ പറ്റില്ല എന്ന് ഹൈക്കോടതി നിരീക്ഷണം നടത്തി. നമ്മൾ പറയുന്ന വനത്തിനുള്ളിലെ മൃഗത്തിന്റെ കാര്യം അല്ലെന്നേ, വനത്തിന് വെളിയിലിറങ്ങി ആളെ കൊന്ന മൃഗത്തിന്റെ കാര്യമാണ് പറയുന്നത്. ആ മൃഗത്തിന് ഈ ഹൈക്കോടതി വിധി ബാധകമല്ല. ഇനി ഇതിനകത്തുള്ള നിയമപ്രശ്നം, അതായത് ഇത് വളരെ തന്ത്രപൂർവ്വം ഇവിടുത്തെ മൃഗപ്രേമികളും ഇവിടുത്തെ ഗവൺമെന്റ് GP നാഗരാജ് അടക്കം വാങ്ങിയെടുത്തിരിക്കുന്ന ഒരു പരാമർശമാണ്. വിധി എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശം. ആദ്യമായിട്ട് അസ്ഗറാണ് അത് വിധിയല്ല പരാമർശമെന്ന് പറഞ്ഞത്. അതിന് ഞാൻ അദ്ദേഹത്തോട് നന്ദി പറയാം. ഇതൊരു തന്ത്രമാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ക്യാപ്സൂൾ ഇറക്കാൻ കൊടുത്തിരിക്കുന്ന ഒരു തന്ത്രം മാത്രമാണ്. ഇതിനകത്തുള്ള നിയമപ്രശ്നം, അതായത് എയർ ആക്ട്, വാട്ടർ ആക്ട്, അതുപോലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, ഇതുപോലുള്ള സ്പെസിഫിക് ലോസ് ഉള്ളപ്പോൾ CRPC എന്ന കോമൺ ലോ, അതായത് പൊതുവായിട്ടുള്ള നിയമത്തിന് അതിന്റെ മുകളിൽ ആപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് അതിനകത്ത് നിയമപ്രശ്നം. ഇത് 2003 സുപ്രീം കോടതിയുടെ കൃത്യമായിട്ടുള്ള വിധിയുണ്ട്. അതായത് ഭോപ്പാലിൽ, മധ്യപ്രദേശ് എന്ന സംസ്ഥാനത്തെ ഒരു ജില്ലയിൽ ഒരു മീറ്റ് ഫാക്ടറിയിൽ നിന്ന് അനിയന്ത്രിതമായിട്ട് പുക വന്നപ്പോൾ ആളുകൾ ബോധം കെട്ട് വീഴുകയും ശ്വാസതടസ്സം ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ ജില്ലാ കളക്ടർ CRPC 130 പ്രകാരം ഫാക്ടറി അടച്ചുപൂട്ടാൻ ഉത്തരവിട്ടു. അതിനെതിരെ ആ കമ്പനി കൊടുത്ത കേസാണ് സുപ്രീം കോടതിയിൽ വന്ന് അവർ വിധി പറഞ്ഞത്. അത് അവർ സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, CRPC എന്ന് പറഞ്ഞാൽ അത് അടിയന്തര പ്രാധാന്യമുള്ള, അടിയന്തര സ്വഭാവമുള്ള വിഷയങ്ങളിൽ ഇമിനന്റ് ഡേഞ്ചർ ടു ഹ്യൂമൻ ലൈഫ് ഓഫ് പ്രോപ്പർട്ടി ആ സമയത്ത് പ്രയോഗിക്കേണ്ട കാര്യമാണ്. സ്പെസിഫിക് ആക്ട് അവിടെ നിൽക്കും. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്പീൽ ചെയ്തു പോകുന്ന കാര്യമല്ല. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഉണ്ടെന്നത് കൊണ്ട് CRPC എന്ന് പറയുന്ന ആക്ട് റിപ്പീൽ ചെയ്യപ്പെടില്ല. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ അധികാരം അബ്സല്യൂട്ട് അധികാരമാണ്. അത് ഒരു സിവിൽ കോടതിക്ക് പോലും അതിൽ ഇടപെടാൻ സാധ്യമല്ല. അതിലൊരു ഇച്ഛാശക്തി എടുക്കുക എന്നുള്ള ഒരു കാര്യമുണ്ട്. അതെടുക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാവുന്നുണ്ട്. ഇതിപ്പോ CCF പറയാണ്, മറ്റേ തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞത് ഞാൻ പ്രതിയാ എന്ന് പറയാ. ഈ ഷാനവാസം ഒക്കെ അവിടെ നിന്ന് കൂട്ട് ആൾക്കാരോട് പറയാണ്. ഇല്ലെന്ന് അദ്ദേഹത്തിന് പണി അറിയില്ലെങ്കിൽ നിർത്തി പോകാൻ പറയണം. ഹാഷ്മി, അദ്ദേഹത്തിന് പണി അറിയില്ല എന്നുള്ള വിഷയം ഇവിടെ കൃത്യമായിട്ട് ഞാൻ പറയട്ടെ. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് നിങ്ങൾ വിട്,
ജില്ലാ കളക്ടർ ഉണ്ടല്ലോ, ജില്ലാ കളക്ടർ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആന്നേ. ജില്ലാ കളക്ടർ തീരുമാനത്തിനെതിരെ ഒരു കോടതിയിൽ കേസെടുക്കാൻ പറ്റില്ല. ആബ്സല്യൂട്ട് ബാറാ. നിങ്ങൾ ബെയർ ആക്ട് വായിച്ചു നോക്ക്. ഞാനെത്താം. ശ്രീ ഉല്ലാസ് ബാബുവിലേക്ക് പോകും മുമ്പ് ഒരു 13 വർഷം മുമ്പുള്ള ഒരു ദൃശ്യം ഒന്ന് പ്രേക്ഷകർ കാണണം. ഉല്ലാസ് ബാബു, ഇത് ആങ്ങമൂഴിയിലുണ്ടായ ദൃശ്യമാണ് എന്ന് പറഞ്ഞാൽ അവിടെ കടുവ പുലി ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഒരു സ്കൂളാണ്, കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ്. അവിടെ നാട്ടിൽ പുലി ഇറങ്ങിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു. ഇത് പ്രേക്ഷകർക്ക് ഓർമ്മയുള്ള ദൃശ്യങ്ങളാണ്. ഇത് ഒരുപാട് മുമ്പുള്ള ദൃശ്യങ്ങളല്ല, 13 വർഷമായിട്ടുണ്ട്. അവിടെ നാട്ടുകാർ തിരയുന്നു. കൂട്ടത്തിൽ വെട്ടുകുട്ടൻ എന്നറിയപ്പെടുന്ന കുട്ടൻ അവിടെ ഉണ്ടാകുന്നു. തിരയാൻ വേണ്ടി ഇറങ്ങിയതാണ്. കുട്ടന് നേരെ ഈ പുലി ചാടി വീഴുന്നു. കുട്ടൻ അദ്ദേഹത്തിന് ധൈര്യം കൊണ്ടോ എന്തോ അതിനെ പിടിച്ച് അതിനെ മെരുക്കുന്നു. നാട്ടുകാരെന്തോ അതിനെ മോളിയിരുന്നു. അതെന്തോ എന്നിട്ട് വനംവകുപ്പിന് കൈമാറുന്നു. അതെന്തോ ചത്തുപോയി എന്ന് പറഞ്ഞാൽ പുലി ആവശ്യത്തിലെ ചത്തുപോയി. 13 നാൾ ഈ കുട്ടൻ ജയിലിൽ കിടന്നു. ഉല്ലാസ് ബാബു, ഞാൻ കുട്ടനെ ഞാൻ ഇന്ന് വിളിച്ചു ചോദിച്ചു, എന്താ ചേട്ടാ അവസ്ഥ, ഇവർ കേസിൻ്റെ അവസ്ഥ എന്താ? ഈ വർഷങ്ങൾ അത്ര കേസുമായിട്ട് കയറി ഇറങ്ങി കിടക്കുക കുട്ടൻ എന്ന് പറഞ്ഞാൽ എല്ലാ മാസവും കൊല്ലത്ത് താമസിക്കുന്ന കുട്ടൻ റാന്നിയിലേക്ക് പോകും. എല്ലാ ദിവസവും 2500 രൂപ ചെലവ് എല്ലാ മാസവും. ഉല്ലാസ് ബാബു, എന്തുകൊണ്ടാണ് ഈ സംഭവിക്കുന്നത്? ഇത് ഈ പറയുന്ന പഴയ എന്നോ എടുത്ത് തോട്ടിക്കളേണ്ട നിയമത്തിൻ്റെ ബലത്തിലാണ് ഈ കേസൊക്കെ ഉണ്ടാവുന്നത്. ആ CCF പറയുകയാണ്, എനിക്ക് പേടിയാണ്. എന്താണ് പേടി? ഈ തണ്ണീർക്കൊമ്പ് ചെരിഞ്ഞപ്പോൾ ഞാൻ പ്രതിയാണ്. ഈ ഉദ്യോഗസ്ഥർ എന്ത് വിശ്വാസത്തിൽ വെടിവെക്കും നരഭോജി കടുവേ? ഉല്ലാസ് ബാബു. ഹഷ്മി, കൃത്യമായിട്ട് ഹഷ്മിയുടെ ചോദ്യം ഞാൻ കേൾക്കും. ഒപ്പം തന്നെ ഷാനവാസ് പങ്കുവച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ വിഷമം അത് പരിപൂർണമായിട്ട് ഉൾക്കൊള്ളേണ്ട ഒരു ബാധ്യത നമുക്കുണ്ട്. കാരണം എൻ്റെയോ ഹാഷ്മിയുടെയോ ഇരിക്കുന്ന പാനലിസ്റ്റുകളുടെ വീട്ടിൽ ഇതുപോലെ 1, 2, 3 പേരെ കടുവെടുത്ത് കൊണ്ടുപോയാലാണ് നമുക്ക് അതിൻ്റെ വിഷമം മനസ്സിലാവുള്ളൂ. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ കണ്ടിട്ടുള്ള വിഷമത്തെ പരിപൂർണമായിട്ട് യോജിക്കുന്നു. ഒപ്പം തന്നെ ഹാഷ്മിയുടെ കാര്യത്തിന് മറുപടി പറയാം. നമുക്കൊരു സർക്കാരിൻ്റെ ഒരു നിയമം അവിടെ നിൽക്കുന്നു. ആ നിയമം മാറ്റി എഴുതപ്പെടേണ്ടതാണ്, കാലത്തിനനുസരിച്ച് മാറ്റേണ്ടതാണ്. അതൊരു രാജ്യത്തിൻ്റെ മൊത്തമായിട്ടുള്ള നിയമമായി നിൽക്കുന്നു. അത് മാറ്റേണ്ട സമയത്ത് മാറ്റേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടതുമാണ്. പക്ഷേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഒരു സംസ്ഥാന സർക്കാരിന് കേന്ദ്ര മന്ത്രിയായിട്ടുള്ള ഭൂപേന്ദ്ര യാദവ് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അത് പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്. അദ്ദേഹം വയനാടും വന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടുത്തെ മാനേജ്മെൻറ്റ് ടീമിനെ ജനാവാസ വ്യവസ്ഥയിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ തീരുമാനമെടുത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. മൃഗങ്ങളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിലേക്ക്, അവൻ്റെ വാസമേഖലയിലേക്ക് കടന്നു കയറുന്നതിനെ വിജിലൻ്റായിട്ട് ടെക്നിക്കലി അത് കൃത്യമായിട്ട് ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി അതിൻ്റെ ഇൻസിഡൻസ് വരാതിരിക്കാൻ പ്രിവെൻഷൻ എടുക്കണം എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു. അതിന് ഉദകമായ തീരുമാനമെടുത്തോളാൻ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. സ്വാഭാവികമായിട്ടൊരു നിയമം മാറ്റി എഴുതി അതിൻ്റെ അമെൻമെൻറ്റ്, അതിൻ്റെ പഠനം ഇതൊക്കെ കഴിഞ്ഞ് വരുന്നതിനൊക്കെ മുമ്പ് ഒരു സംസ്ഥാനത്തിൽ അത് എടുക്കേണ്ട തീരുമാനമെടുക്കാമെന്നേ. കേരളത്തിലൊരു വനംവകുപ്പില്ലേ, വനംവകുപ്പിനൊരു മന്ത്രിയില്ലേ, കൃത്യമായിട്ട് വർഷാവർഷം കോടിക്കണക്കിന് ഉറുപ്പിക കേന്ദ്ര സർക്കാരിൽ നിന്ന് കേരള സർക്കാരിന് കൊടുക്കുന്നില്ലേ? ഈ കടുവ ജാംബുവാന്റെ കാലത്തെ ഈ നിയമം ഭേദഗതി ചെയ്യണം എന്ന് പറയാൻ കേരളത്തിലെ BJPയുടെ പ്രതിയായിട്ട് അങ്ങ് കഴിയുന്നില്ല. ഉല്ലാസ് ബാബു, ഇത് ആ നിയമം അങ്ങനെ നിൽക്കുന്ന ഡെമോക്രസിന്റെ വാള് പോലെ നിൽപ്പാണ്. ഇപ്പോ ഒരു സഹമന്ത്രി ഇവിടെ എന്തോ പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞാലും പണ്ട് മഹാരാഷ്ട്രയിൽ അവന് 13 പേരെ കൊന്നതാണ്. ഒരു 7 വയസ്സുകാരനെ വലിച്ചുകൊണ്ട് പോയ കൊന്നടക്കം അവനി എന്ന് പറയുന്ന കടുവയെ കൊന്ന കേസിലെ ആളുകൾ സുപ്രീം കോടതിയിലും അല്ലാത്ത കോടതിയിൽ കയറി ഇറങ്ങി നടക്കുന്ന ഹസ്കർ പറഞ്ഞില്ലേ? കറക്റ്റാണ് ആ സാധനം. ഞാൻ ഡീറ്റെയിൽസ് അങ്ങ് അയച്ചു തരാം. ഇവിടെ ഈ നിയമപ്രകാരം പറയുന്നത് എന്താണ്? ഈ നിയമപ്രകാരം പറയുന്നത് കടുവ പുലി ഇറങ്ങിയാൽ ആദ്യപടി എന്ന നിലയിൽ ഒരു 6 അംഗ സമിതി രൂപീകരിക്കണം. അതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് പുറമെ NTCയുടെ പ്രതിനിധി, മൃഗ ഡോക്ടർ, പ്രദേശത്തെ NGO പ്രതിനിധി, പ്രദേശത്തെ പഞ്ചായത്ത് പ്രതിനിധി, DFO തുടങ്ങിയവർ ഉണ്ടായിരിക്കണം. അതായത് ഇതൊരു സ്ഥിരം സമിതിയായി രൂപീകരിക്കാൻ പറ്റില്ല. വന്യജീവി ആക്രമണം നടന്ന സ്ഥലത്തെ NGO പ്രതിനിധി, പ്രദേശത്തെ പഞ്ചായത്ത് പ്രതിനിധി എന്നിവരെ ഉൾപ്പെടുത്തി സംഭവ സ്ഥലത്ത് രൂപീകരിക്കണം. 2 ക്യാമറ വെച്ച് അതിൽ കിട്ടുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് ആക്രമണം നടത്തിയവർ തിരിച്ചറിയാൻ നടപടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞ ഒരു ലോങ് പ്രൊസീജിയറാണ്. അപ്പോഴത്തേക്ക് ഈ കടുവ എത്ര വന്യമൃഗങ്ങൾ, എത്ര മനുഷ്യരെ പിടിച്ച് തിന്നും? ഉല്ലാസ് ബാബു,
ഹാഷിം ഭായി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മളതിനൊരു ഇത് ഇപ്പോൾ CPM കോൺഗ്രസ് BJP തർക്കമല്ലല്ലോ. കാരണം കടുവ ആക്രമിക്കുന്ന രാഷ്ട്രീയം നോക്കിയിട്ടല്ല. കടുവ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കടുവയായാലും മറ്റേ ആനയായാലും നാളെ ഞാൻ വരും, നിങ്ങൾ തയ്യാറായിരുന്നോളാം എന്ന് പറഞ്ഞിട്ടല്ല അവർ വരുന്നത്. സ്വാഭാവികമായിട്ടൊരു സർക്കാർ, ഒരു കേരളത്തിലൊരു സർക്കാരും അതിനകത്ത് ഒരു വകുപ്പുമുള്ളപ്പോൾ വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരടക്കം ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മൾ ഒരു മുന്നറിയിപ്പ് കൊടുക്കേണ്ട കാര്യമുണ്ട്, അതിന് വിജിലൻ്റായിട്ട് നോക്കേണ്ട കാര്യങ്ങളുണ്ട്, അവരിങ്ങോട്ട് വരാതിരിക്കാനായിട്ട് അതിനെ ടെക്നിക്കലി അതിനെ പ്രിവെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. ഇതൊന്നും ഇത്ര വർഷമായിട്ട് ഇതിന് മുൻപിരിക്കുന്ന രാജു ആയിക്കോട്ടെ, ഇപ്പോൾ ഇരിക്കുന്ന AK ശശീന്ദ്രൻ ആയിക്കോട്ടെ, ഇവരാരൊന്നും ഇതൊന്നും പ്രായോഗികമായിട്ട് ഇത് നടപ്പാക്കാതിരിക്കാനുള്ള, അല്ലെങ്കിൽ ഇവർ ഇങ്ങോട്ട് കടക്കാതിരിക്കാനുള്ള ഒരു കാര്യം ചെയ്യുന്നില്ലെന്ന്. ഇവർക്ക് കിട്ടുന്ന ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് ചെയ്യാത്ത ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് ഉല്ലാസ് ബാബു ഈ നിയമം 72 നിയമമാണെന്ന് തർക്കമില്ലേ? ഒരു സംസ്ഥാനത്തെ 72 വന്യമൃഗങ്ങളല്ല, നിലവിലെ വന്യമൃഗങ്ങളുടെ ഡെൻസിറ്റി എന്ന കാര്യത്തിൽ തർക്കമില്ലേ? ഇപ്പൊ അലക്സ് ഒഴിയിൽ പറയുന്നതല്ല, നേരത്തെ 20 കടുവ ഉണ്ടായിരുന്ന വയനാട്ടിൽ ഇപ്പോൾ 80-ലധികമാണ് വയനാട്ടിൽ മാത്രം കടുവയുടെ കണക്ക്. ഈ പറയുന്ന 20 കടുവകൾക്ക് മാത്രം കപ്പാസിറ്റി ഉള്ള വയനാടൻ മേഖല 80 കടുവ ഉണ്ടെങ്കിൽ അത് നാട്ടിലോട്ട് ഇറങ്ങി വരും. അതിനനുസൃതമായി നിയമം തിരുത്തണ്ടേ ഉല്ലാസ് ബാബു? എന്തുകൊണ്ടാണ് അങ്ങ് ഈ നിയമം തിരുത്തണം കേന്ദ്ര സർക്കാർ എന്നൊരു വാക്ക് പറയാത്തത് ഉല്ലാസ് ബാബു? എന്താണ് ഹാഷ്മി പോയി ആദ്യത്തെ ചർച്ചയിൽ തന്നെ പറഞ്ഞില്ലേ, നിയമത്തിൽ തിരുത്തലുകൾ വരുത്തണമെങ്കിൽ പരിപൂർണമായി തിരുത്തൽ വരുത്തണം, അത് എത്രയും പെട്ടെന്ന് വരുത്തേണ്ടതുണ്ട്. അതൊരു രാജ്യത്തിൻ്റെതാകുമ്പോൾ അതിൻ്റേതായ സമയമെടുക്കുന്നതിന് മുമ്പ് തന്നെ കേന്ദ്രത്തിൻ്റെ മന്ത്രി കൃത്യമായി സംസ്ഥാനങ്ങൾക്ക് ഡയറക്ഷൻ കൊടുത്തിരിക്കുന്നു. അത് മുൻപേ കൂടുതൽ പാർലമെൻറ്റിൽ പറഞ്ഞിട്ടുള്ള രേഖയുള്ളതല്ലേ, നിങ്ങൾക്ക് മാനേജ്മെൻറ്റ് കൃത്യമായി നടപ്പിലാക്കാം, ഒരു പ്രയാസമില്ല. ജനങ്ങൾക്ക് ദോഷകരമായി കാര്യങ്ങൾ വരണതാണെങ്കിൽ അതിനെ വെടിവെച്ച് കൊല്ലണമെങ്കിൽ അത് ചെയ്യാനുള്ള ബാധ്യതയും അത് ചെയ്യാനുള്ള ചങ്കൂറ്റവും അത് ചെയ്യാനുള്ള പ്രാപ്തിയും ഇവിടുത്തെ സർക്കാരിന് ഉണ്ടാകണമെന്നേ. ഒരു കാര്യം ചോദിക്കട്ടെ, 20 കടുവ ഉണ്ടായിരുന്ന സ്ഥലത്ത് 80ഉം 100ഉം ഉണ്ട് അവിടെ. എന്തുകൊണ്ടാണ് ഹാഷ്മി 1950 1711.35 ഉണ്ടായിരുന്ന സ്ക്വയർ മീറ്റർ ഉണ്ടായിരുന്ന ഇന്നത്തെ കാട് ഇപ്പോൾ 2021 കണക്ക് പ്രകാരം 863 ഈ വയനാട്ടിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ആദ്യം 10 ഏക്കറിൽ തുടങ്ങി വെച്ചിട്ടുള്ള ഈ സ്വർണ്ണ കൊന്ന ഇപ്പോൾ അത് 140 ഏക്കറിലേക്ക് വ്യാപിച്ചു, പ്ലാന്റേഷൻ സ്വഭാവത്തിലേക്ക് മാറ്റി. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയൊക്കെ ഇതിനൊക്കെ ഉത്തരവാദിത്വക്കുറവുണ്ട്, ഇതൊക്കെ വേണ്ട പോലെ കൈകാര്യം ചെയ്യാത്തതുണ്ട്. ഇത് കൃത്യമായി എക്സ്പെർട്ട് ആളുകൾ, നമ്മൾ നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ നമ്മൾ 2 ദിവസം 3 ദിവസം ചർച്ച ചെയ്ത് വിടുന്നതുകൊണ്ടാണ് ഇവിടുത്തെ മന്ത്രി എന്ന് പറയപ്പെടുന്ന കഴിവുകെട്ട മന്ത്രി, ഇതിന് മുമ്പിരുന്ന മറ്റൊരു കഴിവുകെട്ട മന്ത്രി ഈ കേരളത്തിലെ ജനങ്ങളോട് കാണിക്കുന്നത് നീതിഘടനയാണ്. ഒരു സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമില്ലേ ഹാഷ്മി? ഈ സംസ്ഥാന സർക്കാരിനെ അത് കൃത്യമായി നിരീക്ഷിച്ച് ജനങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ഇറങ്ങി വരാതിരിക്കാൻ നോക്കണം, വരുന്നുണ്ട് എങ്കിൽ അത് മുന്നറിയിപ്പ് കൊടുക്കാൻ നോക്കണം. അവിടെ ഈ ഡ്രോൺ എന്താ മുമ്പേ പറക്കാൻ സമ്മതിക്കില്ലേ? ഈ ഡ്രോണിന്റെ സ്വിച്ച് കുറച്ച് നാൾ മുന്നേ പറക്കില്ലേ, 365 ദിവസം ഇത് കേരളത്തിലെ മാത്രം പ്രശ്നമല്ല, രാജ്യത്തുടനീളം വനാതിർത്തികളിൽ ഈ പറയുന്ന മൃഗങ്ങൾ ഇറങ്ങി മനുഷ്യനെ കൊന്നെടുക്കുന്നുണ്ട് ഉല്ലാസ് ബാബു. എന്ന് പറഞ്ഞാൽ ഇതൊരു സംസ്ഥാനത്തെ മാത്രം പ്രശ്നമല്ല, ഇത് കുറേയധികം സംസ്ഥാനങ്ങളുടെ വനമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ പ്രശ്നമാണ്. ആ മേഖലയിലൊക്കെ ഈ പറയുന്ന വന്യജീവികൾ പെരുകിയിട്ടുണ്ട്. അതിനനുസൃതമായി നിയമം ഭേദഗതി ചെയ്യൽ ആത്യന്തികമായ പരിഹാരമാണ്. ഞാനത് പറഞ്ഞു തന്നുള്ളൂ, ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ സീത് പെരുമന, ഇന്ന് ആ നാട്ടുകാർ കൊന്നേ തീരൂ എന്നാണ് പറയുന്നത്. ഒരു പക്ഷേ പുറത്ത് നോക്കുന്ന ആളുകൾക്ക് അയ്യോ എന്തൊരു ഹിംസാത്മക മുദ്രാവാക്യം എന്ന് തോന്നിയേക്കാം. ഈ നരഭോജിക്കൊരു കടുവ വെടിവെച്ച് കൊല്ലണം എന്ന് ഷാനവാസിന്റെ കൂടെയുള്ളവർ പറയുന്നത് ശ്രീത് പെരുമന, ഷാനവാസിന്റെ കൂടെയുള്ളവർ മുദ്രാവാക്യം മുഴക്കുമ്പോൾ അതിനവരുടെ ഉള്ളിൽ പ്രാണഭീതിയാണ്. അതിനു മുമ്പ് ഒറ്റ വർഷം മാത്രം മുമ്പ് വാഗേരിയിലെ ഒരു പ്രജീഷ് ഒരു മനുഷ്യനെ ഇല്ലാതാക്കി കളഞ്ഞ ഒരു മുന്നനുഭവം അവർക്കുണ്ട്. അവർക്കിനിയും മനുഷ്യരെ കടുവയുടെ വായിൽ കൊടുക്കാനില്ല. അത് ശരിയായ നിലപാടല്ലേ ശ്രീത് പെരുമന? ആഷ്മി വളരെ പരിണിതപ്രജ്ഞനായിട്ടുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്. പക്ഷേ അരാഷ്ട്രീയത പടർത്തുന്നതിൽ വലിയൊരു പങ്ക് ഹാഷ്മിക്കുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. അത് ഒരു വളരെ ക്രിയാത്മകമായിട്ടുള്ള വിമർശനമായിട്ട് എടുക്കുകയോ ഇല്ലയോ എന്നുള്ളത് ആത്മവിമർശനാത്മകമായിട്ട് തന്നെ ചിന്തിച്ചോളൂ. കാരണം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് മാറ്റണം. അവിടെ പറഞ്ഞിട്ടുണ്ട് എന്താണ്, പിന്നെ ഈ ഒരു മൃഗത്തെ കൊല്ലണമെങ്കിൽ ഇന്ന പ്രോട്ടോക്കോൾ പാലിക്കണം, ഇന്ന കാര്യങ്ങളൊന്നും. ആഷ്മി 100 മുതൽ IPC 100 മുതൽ 107 വരെയുള്ള, ഇവിടെ ഒരുപാട് അഭിഭാഷകരായിട്ടുള്ള അസ്കർ സർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടല്ലോ, 100 മുതൽ 107 വരെയുള്ള വകുപ്പുകൾ പറയുന്നത് നമുക്ക് ഒരു എന്താണ്, നമ്മളെ കൊല്ലാൻ വരുന്ന ഒരാൾ, അതായത് ഒരു മനുഷ്യനെ കൊല്ലാൻ വരുന്നു എന്ന്, നമ്മളെ കൊല്ലും എന്ന് ഉത്തമ ബോധ്യമുള്ള ഒരു ഘട്ടത്തിൽ ഒരു മനുഷ്യനെ കൊന്നാൽ പോലും അതൊരു സെൽഫ് ഡിഫെൻസ് എന്നുള്ള രീതിയിൽ അവരെ കൊല്ലാം എന്നുള്ള ഒരു നിയമമുള്ള രാജ്യമാണ് നമ്മുടേത്. മറ്റേ ഈ 78(2) നിയമം ആഷ്മി പറയുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? കൃത്യമായിട്ട് അതിനെ കേജിങ്,
അല്ലെങ്കിൽ ട്രാങ്കുലൈസ് ചെയ്യുക, പിടിക്കുക, അതിനെ മയക്കുവെടി വെച്ച് പിടിക്കുക, ഇതൊന്നും പറ്റിയില്ല എങ്കിൽ ഈ കടുവ തന്നെയാണ് ഈ ആളെ കൊന്നത് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഈ ഒരു സ്ഥലത്തേക്ക് ഇറങ്ങിയത് എന്നുള്ളത് കണ്ടെത്തിയതിന് ശേഷം അൾട്ടിമേറ്റ്ലി വെടിവെക്കാനുള്ള ഉത്തരവ് കൊടുക്കുക എന്നുള്ളതാണ്. ആഷ്മി നിയമത്തെയൊന്നും പിന്നെ വക്രീകരിച്ച് കാണിച്ചുകൊണ്ട് ഈ കിഫക്കാരുടെ കാര്യമൊന്നും പറയണ്ട. കിഫക്കാരുടെ വക്കാലത്ത് ആഷ്മി ഏറ്റെടുക്കുകയും വേണ്ട. കാരണം ഈ പറയുന്ന പ്രദേശവാസി എന്ന് താങ്കൾ കാണിച്ചിരിക്കുന്ന ആളുടെ 6 കിലോമീറ്റർ ഇപ്പുറത്താന്നേ. അത് മാത്രമല്ല, ഞാൻ ജനിച്ചു വളർന്ന് ജീവിച്ചത്, ഞാനൊക്കെ പിന്നെ എൻ്റെ 1ാം ക്ലാസ്സിലൊക്കെ പോയിട്ടുള്ളത് വയനാട് വന്യജീവി സങ്കേതത്തിനുള്ളിലൂടെയാണ്. എനിക്ക് സ്ഥലമില്ല. ഞാനൊരു പുറംപോക്കിൽ ജനിച്ചു വളർന്ന ആളാണ്. ആ പുറംപോക്ക് എന്ന് പറയുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ഉള്ളിലാണെന്ന് ആഷ്മി 1986 ഞാൻ അതായത് ഇപ്പം ഈ പറഞ്ഞ സ്ഥലത്തിനുപ്പുറം കടുവയെ കാണും, ആനയെ കാണും. ഈ ഒരു കടുവയും നാളെ രാവിലെ ശ്രീത്ത് പെരുമിനെ വന്ന് ആക്രമിക്കാം, രാവിലെ പിന്നെ രാധയെ വന്ന് ആക്രമിക്കാം, അല്ലെങ്കിൽ ഇവിടെ വന്ന് ഇറങ്ങി ആക്രമിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന ആളല്ല. മാൻ ഈറ്റേഴ്സേ അല്ല അവര്. കടുവയുടെ വീട് ആരും കടുവയല്ലേ? എന്റെ വീടിന്റെ തൊട്ട് അയൽവാസിയായിട്ടുള്ള ആളാണ്. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ ശ്രീത്ത് പെരുമേനിക്ക് സംശയം, നമ്മൾ ഈ 2011 മുതൽ 2020 ജനുവരി വരെ കൊല്ലപ്പെട്ടത് 1523 പേർ എന്ന വനം വകുപ്പിന്റെ കണക്ക് കൊടുത്തു. അത് അടക്കം ശ്രീത്ത് പെരുമേനിക്ക് സംശയമാണ്. ഇപ്പൊ ശ്രീത്ത് എന്ത് തെറ്റ്? ഒരു തെറ്റുമില്ല, കറക്റ്റാ, ഒരു തെറ്റുമില്ല. വയനാട്ടുകാരനാണെന്ന് പറയുന്ന ശ്രീത്തിന് വരെ സംശയമാണ്. 2011 മുതൽ 2025 വരെ. അല്ല, വനംവകുപ്പ് തന്നാ ശ്രീത്തെ കുറ്റം പറയാൻ പറ്റില്ല. അല്ലല്ല, അത് വനംവകുപ്പിന്റെ കണക്കാ ശ്രീത്തെ, അത് വനംവകുപ്പിന്റെ കണക്കാ. സംശയമുണ്ടോ? എന്റെ ആഷ്മി ശ്രീജിത്ത് യാതൊരു ബേസിക് ആയിട്ടുള്ള യാതൊരു കാര്യങ്ങളെ പറ്റി അധികം അറിയാതെ വെറുതെ ഈ തെരുവന അത് വനം വകുപ്പിന്റെ കണക്കാണ്. അത് വനം വകുപ്പിന്റെ കണക്കാ. ഞാൻ അയച്ചു തരണോ? ഇപ്പൊ കറക്റ്റായി. അലക്സ് ഒഴുകയിൽ ആഷ്മിക്ക് കൊടുത്തു. ആഷ്മി ആ വിവരാവകാശം വെച്ചു കൊടുത്തു. എന്റെ അടുത്ത് കൊണ്ടുവന്നേ എന്റെ വാർത്ത നാളെ പ്രസിദ്ധീകരിക്കാൻ ആഷ്മി തയ്യാറാണ്. താങ്കൾക്ക് വനം വകുപ്പിന് കണക്ക് വേണോ? ഓരോ വർഷം എത്ര ആൾ കൊല്ലപ്പെട്ട വനം വകുപ്പിന് വകുപ്പ് വേണോ? അലക്സ് ഒഴുകലിലൊന്നുമല്ല, വനം വകുപ്പിന് കണക്ക് വേണോ ശ്രീ തിരുമനയ്ക്ക്? ഞാൻ അയച്ചുതരാം. അറിയാത്ത കാര്യത്തിൽ കയറി തർക്കിക്കല്ലേ ശ്രീത്തെ? വേണം, നിർബന്ധമായിട്ടും വേണം. ഞാൻ വിളിച്ചു നിങ്ങളുടെ ചാനലിലേക്ക് ആഷ്മിയെ കിട്ടാത്തപ്പോൾ ഞാൻ നിങ്ങളുടെ ചാനലിലേക്ക് വിളിച്ചു ചോദിച്ചാൽ തന്നതിന് ശേഷം ബോധ്യപ്പെട്ടാൽ താങ്കൾ ഫേസ്ബുക്കിൽ എന്നെയോ എന്തൊക്കെയോ പറഞ്ഞു താങ്കൾ ഇടുകയാണ്. താങ്കൾക്ക് അറിയത്തില്ലെങ്കിൽ അറിയില്ല എന്ന് പറ, ഞാൻ അയച്ചു തരാം. അതിനുശേഷം ബോധ്യപ്പെട്ട് തിരുത്തിയാൽ മതി. താങ്കളെ ഞാൻ ഫേസ്ബുക്കിൽ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞു. അല്ല, ഞാൻ പറയാം, ഞാൻ അയച്ചു തരാം. ഞാൻ കൃത്യ കണക്കിനോട് അയച്ചു തരാം. ഞാൻ കൃത്യ കണക്കയച്ചത് ബോധ്യപ്പെട്ടാൽ മതി. താങ്കൾ ഷാനവാസ് എന്താ? ഹലോ ആഷ്മി, ഒറ്റ മിനിറ്റ്. നിങ്ങളുടെ അടി കാണാൻ പറ്റിയൊരു മാനസികാവസ്ഥയിലല്ല ഞങ്ങളുള്ളത്, മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം ഇത്രയേ ഉള്ളൂ. ഇത്രയും കാലമായിട്ട് എൻ്റെ ഒരു പിന്നെ പൗരൻ എന്ന രീതിക്ക് ഞാൻ പറയാണ്, ഇത്രയും കാലം ഞങ്ങളിവിടെ ജീവിച്ചു വളർന്നത് 10-28 വയസ്സായി. ഇന്ന് വരെ ഈ കടുവയുമായിട്ടുള്ള ഒരു വിഷയം ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടായിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഇതിൻ്റെ പിന്നിൽ തക്കതായ ഗൂഢാലോചന ഉണ്ട് എന്നാണ് എനിക്കെൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അതായത് ഈ വയനാടിനെ മൊത്തം വന്യജീവി സങ്കേതമാക്കാനും ഇവിടെയുള്ള ആളുകളെ ഇത്തരത്തിലുള്ള ഒരു നരഭോജി 1-2 കടുവയെ കൊടുന്ന് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ 1-2 പേരങ്ങ് കൊന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മനുഷ്യന് മടുപ്പ് വരും. അപ്പോൾ വീടോ സമ്പത്തോ സ്വത്തോ ഒന്നും ആർക്കും പ്രശ്നമില്ല. ജീവനോളം വലുതല്ലല്ലോ ഒന്നും. സ്വന്തം പിന്നെ മക്കളുടെ മുമ്പിലിട്ട് അമ്മയെ വേർതിരിക്കുന്നതും സ്വന്തം പിന്നെ മക്കളെ വേർതിരിച്ച് കാണുന്ന രൂപത്തിൽ കാണുമ്പോൾ എല്ലാം ഇട്ടുവിടുന്ന ആളുകൾ ഉപേക്ഷിക്കും, കിട്ടിയ പൈസ കൊടുത്ത് ഒഴിവായി പോവും. അത്തരത്തിലുള്ള ഒരു ഇതിലേക്കാണ് സർക്കാർ ഇതിനെ കൊണ്ടുപോകുന്നത് എന്നുള്ള ബലമായ സംശയം ഇന്നത്തെ അവിടെ നടന്ന പിന്നെ ഇതും കൂടി കണ്ടപ്പോൾ എനിക്ക് തോന്നുകയാണ്. കാരണം നാടകീയ രംഗങ്ങൾ അവരെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്തരത്തിൽ മുഖത്ത് നോക്കി വിഷമിച്ചിരിക്കുന്നവന്റെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കിയിട്ട് വിഷമിച്ചിരിക്കുന്നവന്റെ അമ്മ പോയ പിന്നെ സ്വന്തം അമ്മയെ അവസാനമായി ഒന്ന് കാണാൻ പറ്റാതെ എൻ്റെ ഉറ്റ സുഹൃത്താ, എൻ്റെ കൂടെ ഒരുമിച്ച് പഠിച്ചത് അവരുടെ മോന്, രാധ എന്ന് പറയുന്ന ആളുടെ മോന്, സ്വന്തം അമ്മയുടെ മുഖമൊന്ന് കാണാൻ പോലും കഴിയാതെ വെറും പെട്ടിക്കുള്ളിലാക്കിക്കൊണ്ട് ഫോട്ടോ ഒട്ടിച്ചിട്ടാണ് അവിടെയുള്ള ജനങ്ങൾ അത് കണ്ടത്. സ്വന്തം അമ്മയെന്നുകൊണ്ട് വിളിച്ചുകൊണ്ട് ഒരു മുത്തം കൊടുക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിൽ ഇന്ന് എന്താക്കിയത് ആ മൃതദേഹം പോയത്. ഇനി ഒരുപാട് പേര് ഇത്തരത്തിലാണെങ്കിൽ ഈ വയനാട് ജില്ലയിൽ ഞാനടക്കമുള്ള ഒരുപാട് പേരുടെ രക്തം ഈ നരഭോജി കടുവകൾ കുടിച്ചേ തീരൂ. അത് കുടിക്കുന്നുള്ളത് 100% ഉറപ്പാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ എല്ലാ കളി കാണുമ്പോഴും ഞങ്ങൾ ബുദ്ധിയുള്ള ആൾക്കാരല്ലേ, ചോറ് തിന്നുന്ന ആൾക്കാരല്ലേ, ഞങ്ങൾക്ക് തിരിയില്ലേ, ഞങ്ങളുടെ കണ്ണിൽ നോക്കി ഞങ്ങളെ നുണ പറഞ്ഞ് കബളിപ്പിക്കുക ഇവര്.
എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നത്? ഇവർക്ക് ഇത് വന്യജീവി സങ്കേതമാക്കണം. അതിന് വേണ്ടിയിട്ട് പച്ച പെയിന്റ് അടിച്ച് 6 മണിയാകുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ കയറി ഇരുന്ന് കൂടുന്ന ഒരു കണ്ടീഷൻ ആക്കണം. അതും കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വിട്ടുപോകും നിവർത്തിയില്ലാതെ. ആ ഒരു അവസ്ഥയിലേക്ക് എന്ത് വേണം? ഇവർക്ക് ഈ കാര്യങ്ങൾ കൊണ്ടെത്തിക്കണം. അതിനുള്ള മുന്നൊരുക്കമാണ് ഇമാതിരി നരഭോജി കടുവകളെ ഇവിടെ കൊടുന്ന് ഇടുന്നത് എന്നില്ല ഒരു സംശയവുമില്ല. മനുഷ്യന് ഭയം വന്നു കഴിഞ്ഞാൽ ജീവന് പ്രാണി, അതായത് സ്വന്തം കൃഷ്ണമണി പോലെ കൊണ്ട് നടക്കുന്ന മക്കളെ ഈ കോലത്തിൽ കാണാൻ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് കഴിയുമോ? ഒന്ന് പറ. നിങ്ങളെ ചർച്ചല്ല അവിടെ നിൽക്കട്ടെ. ആർക്ക് കഴിയും? ഈ സിറ്റിയിലിരുന്നു കൊണ്ട് ഫ്ലാറ്റിലിരുന്നു കൊണ്ടും ഈ കഥകൾ വിളമ്പുന്നവർക്ക് ഒരു 10 ദിവസം അവർ ജീവന തുല്യം സ്നേഹിക്കുന്ന ഭാര്യയും മക്കളെയും കൂട്ടി ഇവിടെ വരാൻ പറ. നമ്മളെ വീട്ടിൽ നിൽക്കാൻ പറ അവരോട്. ഈ നരഭോജി കടുവകൾ പാഞ്ഞ് നടക്കുന്ന അവിടെ വന്നിട്ട് കാര്യങ്ങൾ പറയാൻ പറ. ഒന്ന് നിന്നിട്ട് അവർ പറയട്ടെ, ഞങ്ങൾ ഇതിനെ സംരക്ഷിക്കുന്ന ആൾക്കാരാണ്, ഞങ്ങളാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ, അതുകൊണ്ട് കടുവ ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞ് ഇവിടെ തന്റെ അടുത്തോടെ നിൽക്കട്ടെ. എന്തുകൊണ്ടാണ് അവർ അവിടെ നിന്നുകൊണ്ട് സംസാരിക്കുന്നത്? ഇവിടെ ഉള്ളവരെ കണ്ണീര് ഒപ്പാൻ കഴിയാതെ സാർ നിയമമൊക്കെ ശരിയാണ്. ഒരു മിനിറ്റ് ഇവ ഈ രാജ്യത്തിന്റെ ഒരു മിനിറ്റ് സാറേ ഞാനും പറയട്ടെ ഷാനവാസ് ഈ ദിവസങ്ങളിൽ ഷാനവാസ് ഇടപെടുമ്പോൾ ആലോചിക്കണം ഷാനവാസിന്റെ വികാരം എന്തുകൊണ്ടാണ്? ഷാനവാസ് നേർക്കുന്നത് കണ്ട ആളാണ്. ഷാനവാസ് പിഞ്ഞി പറഞ്ഞ് മുഖവും തലയൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു മനുഷ്യ ശരീരം ചെറുകിടക്കുന്ന നേരിട്ട് കണ്ട ആളാണ്. അത് വാരിയെടുത്ത ആളാണ്. അവരുടെ ഭർത്താവ് ബോധം കെട്ട് വീഴുന്ന കണ്ട ആളാണ്. സംസ്കരിച്ച ആളാണ്. ആ വൈകാര്യം നമ്മൾ എടുക്കണം. ഇനി ഷാനവാസ് നമ്മൾ എന്ത് പറഞ്ഞാലും ഒരു സംശയവുമില്ല. എന്റെ അമ്മയ്ക്കും എന്റെ പെങ്ങൾക്കും എന്റെ കുടുംബത്തിലോ നാളെ വരും, വയനാട്ടിൽ വരും. അവിടെയാണ് ഞാനും താമസിക്കുന്നത്. ഇവരുടെ അതേപോലെയാണ് ഞാനും താമസിക്കുന്നത്. ആ ഒരു അനിശ്ചിതാവസ്ഥ എനിക്കും ഉണ്ടെന്നേ. പക്ഷെ അവിടുത്തെ ഒരു കാര്യം, ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാർ, എൻ്റെ വീടിൻ്റെ അയൽവാസിയായിട്ടുള്ള ഒരു മന്ത്രി ഉണ്ടെന്നേ. തൊട്ടടുത്തുള്ള ഒരു മന്ത്രിയാണ്, എൻ്റെ വീടിൻ്റെ അയൽവാസിയാണ്, എൻ്റെ അയൽവാസിയാണ് ശ്രീ OR കേളു. അദ്ദേഹം ഉണ്ടെന്നേ. അദ്ദേഹം ഇച്ഛാശക്തിയോടുകൂടെ ഇന്ന് ആക്ട് ചെയ്യണം. എന്താ ആക്ട് ചെയ്യേണ്ടത്? എന്താണ് 72-ലെ നിയമം മാറ്റാണെന്നും OR കേളുവിനോ അല്ലെങ്കിൽ പിന്നെ ഈ സർക്കാരിനോ? കേന്ദ്ര നിയമമാണെന്നേ. റെയിൽവേയും വ്യോമയാനവും പിന്നെ ഫോറസ്റ്റും ഇതെല്ലാം കേന്ദ്രത്തിന്റെ. അല്ലല്ല, പറയട്ടെ ആഷ്മി, പറയട്ടെ. അതൊന്നും മാറ്റാൻ വേണ്ടി പറ്റില്ല. ഞാൻ ചോദിക്കുന്നത് ഇവിടെ നാട് മുഴുവൻ സകല ജീവികൾ ഇറങ്ങി മനുഷ്യന്മാരെ കൊന്നു തീർക്കുക, എന്നിട്ട് നിയമം മാറ്റാൻ പറ്റില്ല. എന്താണ് മാറ്റാൻ പറ്റാത്തത്? മാറ്റണം. എവിടെ എവിടെ എവിടെ? അല്ലല്ല, എന്താ ശ്രീത്ത് പറഞ്ഞു തരുമോ? എന്നാ ശ്രീത്ത് പറഞ്ഞു തരുമോ? ഈ കടുവയാണ് കൊന്നൊന്ന് പറഞ്ഞു തരുമോ? ഒരു മിനിറ്റ്. ഇല്ലെന്നേ. അപ്പൊ അതുകൊണ്ട് അപ്പൊ പിന്നെ ആഷ്മി എന്തിനാ ഈ ഘോരം ഈ വിളിച്ചിട്ട് ഈ കിഫയുടെ ഈ വക്കാലത്തും എടുത്തുകൊണ്ട് ഈ നാട്ടിലെ മുഴുവൻ വയനാട്ടുകാരനാണെന്ന് പറയും, ഈ വേദന മൊത്തം മനസ്സിലാക്കുന്ന ആളെന്ന് പറയും. എന്നാ കടുവയ്ക്കൊപ്പം നിൽക്കുകയും ചെയ്യും. ആഷ്മി പറയണേ അതെന്ത് നിലപാടാ ശ്രീത്ത്? ഇതിൽ ഒരു നിലപാട് സ്വീകരിക്കുക. ഞാൻ തിരികെത്താം മനസ്സിലായില്ല ആഷ്മി. ഏതൊരു ഒരു നിലപാട് നിൽക്കുക. ഒന്നീ വയനാട്ടുകാരനാണ് അവിടുത്തെ മനുഷ്യർക്കൊപ്പം എന്ന് പറ, അല്ലെങ്കിൽ കാട്ടുമൃഗങ്ങൾക്കൊപ്പം എന്ന് പറ. ഒരു നിലപാടേ ഉള്ളൂ. ആഷ്മി കടുവയെ കാണിച്ചു കൊടുക്കും. അല്ല, നമുക്ക് വയനാട്ടിലെ മുഴുവൻ കടുവകളെയും കൊല്ലാം ആഷ്മി. നമുക്ക് വയനാട്ടിലെ മുഴുവൻ നാട്ടിലോട്ടിറങ്ങി മനുഷ്യരെ കൊല്ലുന്ന കടുവയെ കൊല്ലണം. നാട്ടിലോട്ടിറങ്ങി മനുഷ്യരെ എന്താണ് കൊന്നു തീർന്ന കടുവയെ കൊല്ലണം. ഒരു തർക്കമാക്കരുത്തില്ല. മുഴുവൻ കടുവകളെ അങ്ങ് കൊല്ലാം. നാട്ടിലോട്ടിറങ്ങുന്ന മനുഷ്യരെ ആക്രമിക്കുന്ന കടുവയെ കൊല്ലണം. ഇവിടെ മനുഷ്യാവകാശങ്ങൾ കഴിഞ്ഞിട്ടും അതേ മൃഗത്തിന്റെ അവകാശം. ഞാൻ തിരികെ താങ്കൾക്കാണ് സംശയം, അതുകൊണ്ടാണ് ഇടവേള. രാജു നായർ, ഇത് കേരള വനവകുപ്പിന്റെ കണക്കാണ്. 2011-12 113 മനുഷ്യർ, 12-13 126 മനുഷ്യർ, 13-14 126 മനുഷ്യർ, 14-15 104 മനുഷ്യർ, 16-17 145 മനുഷ്യർ, 17-18 119, 146, 90, 88, 113, 22-23 89, 23-24 76, 24-25 53 എന്നിങ്ങനെ ഇതിലൂടെ കൂട്ടി വരുമ്പോഴത്തേക്കാണ് ഈ 1500 കണക്ക്. അത് വയനാട്ടുകാരനെ ശ്രീത്ത് വരുവനൊരിക്കലും മനസ്സിലാവുന്നില്ല. നമ്മൾ എന്നിട്ട് ആ കാർഡിൽ എന്താണ് ചില സൈബർ സഖാക്കളൊക്കെ എടുത്തിട്ട് അതിനെ ട്രോളി ഈ മനുഷ്യരെല്ലാം കൂടെ ഹാഷ്മി താജ് ഇബ്രാഹിം ശ്രീകണ്ഠൻ നായരോട് തിന്നാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇൻസെൻസിറ്റീവായ കമന്റ്. പോട്ടെ, അവരുടെ സ്വഭാവം. ശ്രീ രാജു പിന്നാർ, ഇത്രയും മനുഷ്യരെ കേരളത്തിൽ കാട്ടുമൃഗങ്ങൾ കൊല്ലുന്നുണ്ട്. നമ്മൾ ഇപ്പോഴും ആ ഗൗരവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടാവുന്നുണ്ടോ? ഈ മലയോര മനുഷ്യരുടെ കൊടിയ വേദന, ഈ ഷാനവാസിനെ പോലുള്ള ചങ്ക് പൊടിയുന്ന വേദന അല്ലാതെ. രാജു പി നായർ, ആഷ്മി, അത് തന്നെയാണ് പ്രശ്നം. ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒന്ന്, നാട്ടിൽ നീതി നടപ്പാക്കാൻ കഴിയുന്ന നടപടികൾ എടുക്കാൻ കഴിയുന്ന ഒരു സർക്കാർ ഇല്ലെങ്കിൽ നാട്ടിൽ അരാജകത്വം ഉണ്ടാവും. വയനാട് ഇന്ന് ആ അരാജകത്വത്തിൻ്റെ വക്കിലാണ്. ഞാൻ വന്യമൃഗങ്ങളെല്ലാം
വെടിവെച്ച് കൊല്ലണമെന്ന് പറയുന്ന ഒരാളല്ല. വന്യജീവികളെ സംരക്ഷിക്കണം എന്ന് തന്നെ നിലപാടെടുക്കുന്ന ഒരാളാണ്. പക്ഷെ വന്യജീവി സംരക്ഷണത്തിന് അതിൻ്റെതായ മാർഗങ്ങളുണ്ട്. ആ മാർഗങ്ങളൊന്നും സ്വീകരിക്കാതെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന സർക്കാർ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണക്കാരാവുകയാണ്. ഇത് ഏതെങ്കിലും മരണം സംഭവിക്കുമ്പോൾ മാത്രം ഉണ്ടാവേണ്ടതല്ല. ഇതിന് ഈ നാട്ടിൽ ഈ കാട്ടിനകത്ത് നിന്ന് വന്യജീവികളെ പുറത്തേക്ക് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ദീർഘകാല നടപടികൾ ഉണ്ടാവണം. കാട്ടിനകത്ത് ഭക്ഷണം ലഭിക്കുന്നില്ല, ഭക്ഷണം ലഭിക്കാത്ത സമയത്താണ് ഇത് പുറത്തേക്ക് വരുന്നത്. വെള്ളം ലഭിക്കുന്നില്ല, അതിന് വാട്ടർ സോഴ്സ് ഉണ്ടാക്കിയിട്ടില്ല. ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നടക്കുന്നു. അവിടെയൊന്നും ഒരു നടപടിയും എടുക്കാതെ മരണത്തിന് നഷ്ടപരിഹാരം കൊടുത്തതിൻ്റെ പേരിൽ അവകാശങ്ങൾ ഉന്നയിക്കുന്ന സർക്കാർ ആയിട്ട് മാറുകയാണ്. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഒരു വേഗതയും ഈ പറയുന്ന നടപടികൾക്കില്ല. ഇവിടെ നേരത്തെ ശ്രീ BN അസ്കർ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു, കടുവയെ വേലി കെട്ടി നിയന്ത്രിക്കാൻ കഴിയില്ല. പറ്റും. സുന്ദർബൻ ഫോറസ്റ്റുകളിൽ ബംഗ്ലാദേശും വെസ്റ്റ് ബംഗാളും ഉൾപ്പെടെ കടുവകളെ അവിടെ വേലി കെട്ടി തിരിച്ച് അവിടെ കടുവകളെ സംരക്ഷിച്ചിട്ടുണ്ട്, ആനകളെ സംരക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു അരിക്കൊമ്പൻ നമുക്ക് സ്ഥിരം ശല്യക്കാരനായിരുന്നല്ലോ. നിരന്തരമായിട്ട് ആഴ്ചകളിലും മാസങ്ങളിലും എല്ലാം ഇറങ്ങി വന്ന് ജനങ്ങളെ ശല്യം ചെയ്തിരുന്ന ഒരു അരിക്കൊമ്പൻ ഉണ്ടായിരുന്നല്ലോ. ആ അരിക്കൊമ്പനെ തമിഴ്നാടിൻ്റെ ഫോറസ്റ്റ് അതോറിറ്റിയിലേക്ക് കൊണ്ടേ വിട്ടു. നമ്മളിന്ന് ആ അരിക്കൊമ്പനെ കുറിച്ച് കഥകൾ പോലും കേൾക്കുന്നില്ലല്ലോ, ഒന്നും കേൾക്കുന്നില്ല. എവിടെ പോയി അരിക്കൊമ്പൻ? നമ്മൾ കൗതുകമുള്ളൊരു വാർത്ത കുറച്ച് നാൾ മുമ്പ് വായിച്ചായിരുന്നു. ഈ കാട്ടിനകത്തുള്ള ആനകൾക്ക് പുറത്തേക്ക് വരാതിരിക്കാൻ അരിയും പഴവർഗ്ഗങ്ങളും ഉൾപ്പെടെയുള്ള ഭക്ഷണം തമിഴ്നാട് കാടിനകത്ത് കൊണ്ടുവെക്കുന്നു. ഇത്തരത്തിലുള്ള നടപടികളൊക്കെ എടുക്കാൻ സാധിക്കും. എന്ത് നടപടി ഇതിനകത്തെടുത്തിട്ടുണ്ട്? ഒരു നടപടിയും എടുക്കാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു ഭരണകൂടം ഞങ്ങളുടെ ഉത്തരവാദിത്വമല്ല എന്ന് കയ്യും കെട്ടി നോക്കി നിന്നാൽ എങ്ങനെ സാധിക്കും? ഇവിടെ കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഇവിടെ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം മന്ത്രി വന്ന് പറഞ്ഞതിനെ കുറിച്ച് ശ്രീ ഉല്ലാസ് ബാബു സൂചിപ്പിക്കുകയുണ്ടായി. 2023 ഫെബ്രുവരിയിൽ രാഹുൽ ഗാന്ധി വന്യജീവി വകുപ്പ് ഈ പരിസ്ഥിതി വകുപ്പ് മന്ത്രിക്ക് കത്തയച്ചിരുന്നു. എന്താ? അവിടെ നാഗർഹോൾ, ബന്ദിപ്പൂർ, സത്യമംഗലം, മുതുമലൈ, വയനാട് ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങൾ, കർണാടകവും തമിഴ്നാടും കേരളവും ഉൾപ്പെടുന്ന ഈ ടൈഗർ റിസർവ് ഫോറസ്റ്റ്, ആ ഫോറസ്റ്റിൽ 800 ചില്ലാനം കടുവകളുണ്ട്. വയനാടിൽ മാത്രം 80 ഇത്രയും കടുവകൾ ഏറ്റവും ഡെൻസിറ്റിയുള്ള ടൈഗർ ഡെൻസിറ്റിയുള്ള സ്ഥലമായിട്ട് ഈ റിസർവ് ഫോറസ്റ്റ് മാറിയിരിക്കുകയാണ്. അവിടെ വേലി കെട്ടി ഇവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന് കത്ത് കൊടുത്തിരുന്നു. എന്ത് നടപടിയെടുത്തു? ഞാൻ ചോദിക്കട്ടെ, ഈ നിയമം പരിഹരിക്കപ്പെടാനുള്ള നിയമത്തിന് ഭേദഗതി കൊണ്ട് പരിഹരിക്കപ്പെടാൻ കഴിയുമെങ്കിൽ ആ നിയമം ഭേദഗതി ചെയ്യണം. അത് ചെയ്യാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ വന്യമൃഗങ്ങളെല്ലാം ഒരു സമുദായത്തിൽപ്പെട്ടവരായിരുന്നെങ്കിൽ ഒരുപക്ഷെ പെട്ടെന്ന് നടപടി ഉണ്ടായേനെ കേട്ടോ. ആ രീതിയിലേക്ക് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ്. ഒരു കാര്യവും ദീർഘകാലാടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നില്ല. അവിടെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ സർവകക്ഷി യോഗവും മന്ത്രിയും ഉൾപ്പെടെ വന്നു പറയുന്ന സ്ഥലത്ത് ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. ഫെൻസിങ് ഉൾപ്പെടെ പറഞ്ഞു. ബീനാച്ചി എസ്റ്റേറ്റിന് അവിടെ ആക്രമണം ഉണ്ടായപ്പോൾ ആ ബീനാച്ചി എസ്റ്റേറ്റ് ഫെൻസ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു, മറുപടി കൊടുത്തു, ഞങ്ങൾ ചെയ്യാം എന്ന്. എന്തു ചെയ്തു? ഒരു ഫെൻസിങ്ങും അവിടെ നടന്നിട്ടില്ല. ഈ കേരളത്തിൽ മുഴുവൻ, വയനാട് മാത്രമല്ല കേരളത്തിൽ മുഴുവൻ ഇന്ന് ഫെൻസിങ് ഉൾപ്പെടെയുള്ളത് ഒരു പ്രവർത്തനവും നടക്കാത്ത രീതിയിലേക്ക് പോയിരിക്കുകയാണ്. എല്ലായിടത്തും വന്യമൃഗങ്ങൾ ഇറങ്ങുകയാണ്, ഇടുക്കിയിൽ ഉൾപ്പെടെ എല്ലാ സ്ഥലത്തും. പക്ഷേ അലക്സ്, എന്റെ ചോദ്യം, ഈ കേന്ദ്ര നിയമത്തിൽ സംസ്ഥാനത്തിന് ഇത്രത്തോളം ചെയ്യാൻ കഴിയും എന്നാണ് കിഫയുടെ നിലപാടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ ചൂണ്ടിക്കാണിക്കൊണ്ട് എന്തുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്കും സുപ്രീം കോടതിയിലേക്കും പോകാൻ കഴിയാതെ പോകുന്നത്? അപ്പോൾ അതിൽ ഈ കോടതി ഒരു ക്ലാരിറ്റി വരുത്തിയാൽ കാര്യങ്ങൾ എളുപ്പമാവുമല്ലോ, ഈ ഉദ്യോഗസ്ഥർക്ക് കൈവറക്കാതിരിക്കുമല്ലോ അലക്സ് ഒഴികെ. ഡെഫിനറ്റ്ലി അത് വാലിഡ് പോയിന്റ് ആണ്. ഞങ്ങൾ ഹൈക്കോടതിയിൽ ഞങ്ങളുടെ കേസുകൾ 8-10 കേസുകൾ കേരള ഹൈക്കോടതിയുടെ പെൻഡിംഗ് ആണ്. ഓക്കെ, അപ്പൊ അതിനകത്തുള്ളൊരു വിഷയം കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്ന മാനദണ്ഡങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ബോധ്യം വന്നാൽ മാനേറ്റേഴ്സ് ആയിട്ടുള്ള കടുവയെ വെടിവെച്ച് കൊല്ലാമെന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ നടക്കുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇൻട്രേ ബ്രൂണോ എന്ന കേസിലാണ് ഇപ്പോൾ അരിക്കൊമ്പന്റെ കേസിലൊക്കെ വന്നത്. ഈ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്ന് വളരെയധികം പാർഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബയസ്ഡ് ആയിട്ടുള്ള വിധികൾ പലതും വരുന്നുണ്ട്. ഈ പറഞ്ഞ കേസിൽ തന്നെ ഇപ്പോൾ കളക്ടർക്ക് CRPC 131 ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള പരാമർശം, വിധിയല്ല പരാമർശം, അത് ജുഡീഷ്യറിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായും തെറ്റായിട്ടുള്ള സമീപനമാണ്. ഞാനത് പരസ്യമായിട്ട് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. സുപ്രീം കോടതിയുടെ ഭാഗത്ത് കൃത്യമായിട്ട് അങ്ങനെയല്ല എന്നുള്ള വിധിയുണ്ട്. സുപ്രീം കോടതിയുടെ താഴെയാണ് ഹൈക്കോടതി.
ആ സുപ്രീം കോടതിയുടെ വിധി പോലും മറികടന്നുകൊണ്ട് ഇവിടെ മൃഗപ്രേമികളെ സന്തോഷിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള വിധികൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ കേരള ഹൈക്കോടതി നടത്തരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹൈക്കോടതിയുടെ എല്ലാ ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. ഇപ്പം ഹൈക്കോടതിയിൽ ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ നിയമയുദ്ധങ്ങൾ നടന്ന സംഘടന ഞങ്ങളുടേത്. കേരള ഹൈക്കോടതിയിൽ നിലവിൽ 10ഓളം കേസുകൾ ഞങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ ഇൻട്രോ ബ്രൂണോ കേസ് അടക്കം. ഓക്കെ, അതുകൊണ്ട് ഇത് അടിസ്ഥാനപരമായിട്ട് നിയമപ്രശ്നമാണെന്ന് തോന്നുമെങ്കിലും ആത്യന്തികമായിട്ട് ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. അതായത് നിയമം ഉണ്ടാക്കിയതാരാ? ജഡ്ജിയല്ലല്ലോ നിയമം ഉണ്ടാക്കിയത്. നിയമം ഉണ്ടാക്കിയത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരാണ്. ഇപ്പൊ രാജീവ് പി നായർ പറഞ്ഞു, ഇപ്പം രാഹുൽ ഗാന്ധി വേലി കെട്ടാൻ ആവശ്യപ്പെട്ടു എന്ന്. വേലി കെട്ടിയതുകൊണ്ട് തീരുന്നൊരു പ്രശ്നമല്ല രാജീവ് പി നായർ. ഈ വിഷയം കേരളത്തിന്റെ ഫോറസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്നത് 8000 കിലോമീറ്റർ ഒരു സൈഡ്, 2 സൈഡ് എടുത്ത 16000 കിലോമീറ്ററാ. ഈ 16000 കിലോമീറ്റർ വേലി കെട്ടി തീർക്കാൻ പറ്റുമോ? എന്ത് വേലി കെട്ടും നിങ്ങൾ പറയുന്നത്? ഈ വേലിക്ക് അനുയോജ്യമായ ടെറൈനാണോ ഇത് മുഴുവൻ? അല്ലല്ലോ. ഇത് എണ്ണം കുറയ്ക്കുക എന്നുള്ളതിന്റെ ആത്യന്തികമായിട്ടുള്ള പരിഹാരം, അതിനുള്ള പ്രൊവിഷൻ നിലവിലെ നിയമത്തിലുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞു, അതായത് 2021 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അമെൻഡ് ചെയ്തപ്പോൾ 12BB എന്ന് പറയുന്ന ഒരു പുതിയ വകുപ്പ് ചേർത്തിട്ടുണ്ട്, സയന്റിഫിക് മാനേജ്മെന്റ്. ഈ സയന്റിഫിക് മാനേജ്മെന്റിന് വേണ്ടി എണ്ണം കൂടുതലുള്ള കടുവകളെ എണ്ണം കുറഞ്ഞ കാട്ടിലേക്ക് മാറ്റാൻ നിലവിൽ പ്രൊവിഷനുണ്ട്. 2022 മന്തക്കൊല്ലി ബത്തേരി ഭാഗത്ത് ഈ കടുവ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ കിഫ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ വിധിയുണ്ട്. 3 മാസത്തിനുള്ളിൽ കേരള സർക്കാർ നടപടിയെടുത്ത് കടുവകളെ മാറ്റുന്ന അടക്കം കാര്യങ്ങൾ നടപടിയെടുത്ത് അറിയിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ വർഷം 3 കഴിഞ്ഞു, ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പൊ 80 കടുവകളുള്ള വയനാട്ടിൽ അതിനെ മാറ്റണം. അതിനകത്ത് ഏറ്റവും കുറഞ്ഞത് ഒരു 30-40 കടുവകളെ മാറ്റണം. അത് എങ്ങോട്ട് മാറ്റുമെന്ന് ചോദിച്ചാൽ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ മണ്ണാർക്കാട് മോഡലിൽ നമ്മുടെ സഫാരി പാർക്കുകൾ ഉണ്ടാക്കാം. ഇപ്പൊ കോഴിക്കോട് ജില്ലയിൽ ഒരു സഫാരി പാർക്കിന്റെ പ്രപ്പോസൽ വന്നിട്ടുണ്ട്. അതുപോലെ വയനാട്ടിൽ ചെയ്യാം. ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ പുതിയൊരു ഓപ്പൺ സൂ വരുന്നുണ്ട്. അത് ഈ കടുവകൾ പുറത്തിറങ്ങില്ല എന്ന് ഉറപ്പ് വരുത്തിക്കൊണ്ട് മനുഷ്യനെ അവിടുത്തെ ലോക്കൽ ആളുകൾക്ക് ഞാൻ ഇടപെടുകയാണ്. എന്തായാലും കുറച്ചുകൂടി ആലോചിച്ചെടുക്കുന്ന തീരുമാനമാണോ, പക്ഷെ എടുക്കേണ്ട തീരുമാനവുമാണ്. ഷാനവാസ് എന്തായിരുന്നു? സാറേ, നമ്മളിവിടെ ഇരിക്കുന്നതേ നമ്മുടെ വിഷമം പറയാനാണല്ലോ. ചിന്തിക്കണം, ഈ ഒരു സമയത്ത് വളരെ വിഷമമായ മനസ്സിന് തട്ടിയൊരു വാർത്ത കണ്ടപ്പോൾ ഞങ്ങളോട് പറയാണ്, ഇത്രയും ഒരു കൃത്യം ഇവിടെ നടന്നിട്ട് ഇപ്പോഴും ജീവന് വേണ്ടിയിട്ട് നട്ടോട് വന്ന മനുഷ്യർ അതിനൊന്ന് എങ്ങനെങ്കിലും ഒന്ന് ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ചുറ്റിനും നടക്കുന്ന പിന്നെ അരുൺ സാറിനെ പോലത്തെ മറ്റ് ബറ്റാലിയൻ ടീമുകൾ അവരൊക്കെ കഷ്ടപ്പെടുമ്പോഴും ഇന്ന് വരെ ഇവിടെ വരികയോ ഇതിനെപ്പറ്റി അന്വേഷിക്കുകയോ ചെയ്യാത്ത ഒരു വനംവകുപ്പ് മന്ത്രി ഉണ്ട്. നമുക്ക് ചിന്തിക്കണം, ഇത്രയും വലിയൊരു വിഷയം ഇവിടെ നടക്കുമ്പോൾ പാവപ്പെട്ട ജനങ്ങൾ ജീവിതം എന്ത് ചെയ്യുമെന്ന് വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് പുള്ളിക്കാരെ കോഴിക്കോട് ഫാഷൻ ഷോയിൽ പാട്ടുപാടി ഉല്ലസിക്കുകയാണ് സാർ. ന്യൂസ് നോക്ക്, കാണുന്നുണ്ടോ നിങ്ങൾ? ആരിലാണ് സാർ ഈ നാടിന്റെ പ്രതീക്ഷ? ആരിലാണ്? ഇവിടുത്തെ നിയമം ആർക്ക് വേണ്ടിയാണ് സാർ? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ? ഇടപെടേണ്ട ആളല്ലേ അവര്? കലക്ടർ വരുന്നില്ല, വനവകുപ്പ് മന്ത്രി വരുന്നില്ല. പുള്ളിക്കുന്ന സമയമില്ല പോലും ഇങ്ങോട്ട് വരാൻ. സമയം ഉണ്ടാകുമ്പോൾ നാളെ മറ്റന്നാളെ വരാമെന്നാണ് വിളിച്ചു പറഞ്ഞതെന്നാണ് പറഞ്ഞത് ഞങ്ങൾ അവിടെ ചോദിച്ചപ്പോൾ. ചിന്തിച്ചു നോക്ക് സാർ, ആരിലാണ് ജനങ്ങൾ പ്രതീക്ഷ വെക്കേണ്ടത്? ചിന്ന ഭിന്നമായിട്ട് എല്ലാവരും ഇവിടുന്ന് മരിച്ചു വീണാൽ ഒരാൾ ഇടപെടില്ല. പാവപ്പെട്ടവർക്ക് വിലയില്ല സാറേ, വിലയില്ല. വനമന്ത്രി ഏത് പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഇതാ സാർ, കോഴിക്കോട് നടക്കുന്ന ഫാഷൻ ഷോയിൽ പാട്ടുപാടി ഉല്ലസിക്കുന്ന വീഡിയോ അടക്കതാ മനോരമ ന്യൂസ് ഇതാ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നോക്ക് സാറേ, ഇതാണ് അവസ്ഥ. അവരെ പുള്ളിക്കാരെന്ന് വിളിച്ചപ്പോ വരാൻ പറ്റില്ല, തിരക്കിലാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ചോദിച്ചത് എവിടെ വനം വകുപ്പ് മന്ത്രിയോട്? എത്ര ഒരു ക്രിട്ടിക്കൽ ഞങ്ങൾ ഇവിടെ കണ്ണീര് കൊണ്ട് പാട്ട് പാടുന്ന സമയത്ത് അല്ല എന്ന് പറഞ്ഞാൽ നിയമസഭയിൽ നാട്ടിൽ നിന്ന് ടീം ഇറങ്ങിപ്പോയി അവിടെ കാട്ടുമൃഗങ്ങളെ കുത്തി നാട്ടിലോട്ട് വിടുക പറയുന്നത്. അങ്ങനത്തെ ഒന്നും പറയാതിരിക്കുന്നതിനൊക്കെ നല്ല അദ്ദേഹം പാട്ട് പാടുന്നത് തന്നെയാണ് കേട്ടോ. ഉല്ലാസ് ബാബു, ഇതിൽ നമുക്ക് ഇപ്പോൾ ഷാനവാസിന്റെ വികാരം നമ്മൾ മനസ്സിലാക്കുന്നു. കാര്യം അദ്ദേഹത്തിന് ഇവിടെ നടക്കുന്ന തർക്കങ്ങൾ പോലും കേൾക്കാൻ കഴിയില്ല. അതിന് കാരണം എന്താണ്? അദ്ദേഹം ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥ അതാണ്. അത് ഷാനവാസിന് മാത്രം മാനസികാവസ്ഥയല്ല, അത് വയനാട്ടിലെ ജനതയുടെ മാത്രം മാനസികാവസ്ഥയല്ല. ഇന്ന് തന്നെ കടുവയും പുലി ഇറങ്ങി പേടിച്ച എത്ര 6 വാർത്ത ഞാൻ വായിച്ചു രാവിലെ. 6 വാർത്ത പല സ്ഥലങ്ങളിൽ, പത്തനാപുരം മുതൽ അവിടെ മുതൽ ഇവിടെ മുതൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. ഇതിങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ ഉല്ലാസ് ബാബു? ഇത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ രാഷ്ട്രീയ ഭേദമിന് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഈ മലയോര ജനതയെ കാക്കാൻ നിന്നില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന കോൺസിക്വൻസ് അതിഭീകരമാവില്ലേ?
100% ഹാഷ്മി ഭായ്, കേന്ദ്ര സർക്കാരിന് കൃത്യമായിട്ട് കേരള സർക്കാരിന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവർക്ക് അതിൽ സ്റ്റാൻഡ് എടുക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും പൂർണ്ണമായിട്ട് ചെയ്തോളാനും പറഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ മന്ത്രി എന്ന് പറയപ്പെടുന്ന വ്യക്തിക്ക് അതിനുള്ള പ്രാപ്തി ഉണ്ടാകണ്ടേ? അദ്ദേഹത്തിന് ഒരു ആന കുത്തി മരിച്ചാൽ 10 ലക്ഷം രൂപയും കൊടുക്കുക, ഒരു ജോലിയും കൊടുക്കുക. അദ്ദേഹം ആ ഉത്തരവാദിത്തമുള്ളൂ. 5 വർഷം ഈ ഫണ്ട് ലാപ്സാക്കി. അതിൽ കിട്ടുന്ന 600 കോടി റുപ്യ കിട്ടിയിരുന്നു, അതും ലാപ്സാക്കി. ഈ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ വിഷമം കാണാനോ ഈ കാർഡിൻ്റെ സിസ്റ്റം മാറ്റുന്ന രീതിയിലേക്ക്, അതിൻ്റെ പ്ലാന്റേഷൻ സ്വഭാവത്തിലേക്ക് അതിനെ മാറ്റുന്നതൊന്നും ഇടപെടാനോ ഇവരിങ്ങോട്ട് വരാതിരിക്കാനുള്ള പ്രവൃത്തി നടത്താനോ അത് കൃത്യമായിട്ട് നിരീക്ഷിക്കാനോ, നിരീക്ഷിച്ചിട്ട് ഒരു പ്രയാസമുണ്ടെങ്കിൽ മുൻകൂട്ടി കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനോ അതിൻ്റെ പെട്രോളിംഗ് നടത്താനോ അതിന് കാര്യഗൗരവമായി കാര്യങ്ങൾ ചെയ്യാനോ ഇതിന് തൊട്ടു മുമ്പുള്ള രാജുവിനും സാധിച്ചിട്ടില്ല. ഇപ്പോൾ AK ശശീന്ദ്രന് സാധിക്കില്ല. AK ശശീന്ദ്രന് ഇന്നല്ല ഇനി നാളെ എത്ര പ്രയാസം ഉണ്ടായാലും ഈ ഒരിക്കലും സാധിക്കില്ല. കാരണം അദ്ദേഹം ഇതിനോട് കാണിക്കുന്ന എന്തായാലും അദ്ദേഹം ഈ ഫാഷൻ ഷോ കേട്ടിൽ പാട്ട് പാടുന്നുണ്ട്. ഏതോ ഹിന്ദി പാട്ടൊക്കെയാണ്, പ്രേം കി നവാസോ എന്നോ അല്ല പ്രേംകി എന്നൊക്കെ തുടങ്ങുന്ന ഹിന്ദി പാട്ടാണ് പാടുന്നത്. നന്നായി പാടുന്നുണ്ട്. പാട്ടുപാടി നടക്കട്ടെ. പാട്ടുപാടി എന്താണ് ഫാഷൻ ഷോയിലൊക്കെ പങ്കെടുത്ത് അദ്ദേഹത്തെ തിരക്ക് കഴിഞ്ഞെങ്കിൽ നാളെ ഈ പറയുന്ന പാവം രാധയുടെ വീട്ടിലേക്ക് ഒന്ന് പോകണം. അത് അവർക്കൊരു സമാധാനമാകും. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു.